എൻ്റെ പേര് സിസ്റ്റർ ആൽഫിൻ ജോ എന്നാണ്. ഞാൻ CMC കാഞ്ഞിരപ്പള്ളി അമല പ്രൊവിൻസിലെ ഒരു അംഗമാണ്. എൻ്റെ വീട് പാലാരൂപതയിലെ വേദഗിരി എന്ന ഇടവകയിലാണ്. വീട്ടിൽ പപ്പ, മമ്മി, ചേട്ടൻ എന്നിവരാണുള്ളത്. അപ്പോൾ എല്ലാവരുടെയും ദൈവവിളിയിൽ പറയുന്ന പോലെ തന്നെ അപ്പനും അമ്മയും ഒരുക്കിയ ഒരു ആത്മീയ പരിസരത്തിലാണ്, അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനകളുടെ ഒരു കോട്ടയ്ക്കുള്ളിലായിരുന്നു എൻ്റെ ദൈവവിളി സംരക്ഷിക്കപ്പെട്ട് വളർന്നു വന്നത്. വീട്ടിൽ സന്ധ്യമണി അടിക്കുമ്പോൾ തന്നെ കുരിശ് വരയ്ക്കുന്ന ഒരു ശീലം കുഞ്ഞിലെ മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ പ്രാർത്ഥന ഞങ്ങൾക്ക് പ്രാർത്ഥന ലീഡ് ചെയ്യാനുള്ള അവസരം പപ്പ ഒരുക്കി തരുമായിരുന്നു. ആതിർവാനം സ്വീകരിച്ച വർഷം മുതൽ എല്ലാ വർഷവും ഒരു വർഷത്തെ താമസിച്ചുള്ള ധ്യാനത്തിന് ഞങ്ങളെ വിടുമായിരുന്നു. അതുപോലെ ആദ്യമായി വചനം പഠിച്ചത്, ആദ്യമായി ഒരു സ്പോണ്ടേനിയസ് പ്രയർ ചൊല്ലിയത് എല്ലാം വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു. ചെറുപ്പത്തിലൊക്കെ കുർബാനയ്ക്ക് പോകാനും പ്രാർത്ഥിക്കാനും ഒക്കെ നല്ല മടിയായിരുന്നു. അപ്പം ഇങ്ങനെ കട്ടിലേന്ന് വലിച്ച് താഴെയിട്ടും അല്ലെ കുഞ്ഞു കുഞ്ഞു ശിക്ഷകൾ, ഇപ്പം പള്ളിയിൽ പോകാത്ത ദിവസം റിമോട്ട് മാറ്റി വെച്ച് അങ്ങനെ TV കാണാനുള്ള അവസരം ഒഴിവാക്കി, അങ്ങനെ കൊച്ചു കൊച്ചു ശിക്ഷണങ്ങളൊക്കെ തന്ന്, അങ്ങനെ പപ്പയുടെയും മമ്മിയുടെയും നിർബന്ധം കൊണ്ടാണ് ചെറുപ്പത്തിലൊക്കെ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഒറ്റ മോളായിരുന്നുകൊണ്ട് എന്നെ ആരും തന്നെ മഠത്തിലോട്ട് അങ്ങനെ വിളിച്ചിട്ടില്ല. സിസ്റ്റേഴ്സൊക്കെ കണ്ടാലും മഠത്തിൽ പോയിരുന്നു എന്ന് അങ്ങനെ ആരും ചോദിക്കാറില്ലായിരുന്നു. പിന്നെ ചേട്ടനും ഞാനും തമ്മിൽ ഒരു 1.5 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പം ചേട്ടായിയോട് എന്തും പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ ഒരു വളർച്ചയിൽ അത് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ മമ്മി ഞങ്ങൾക്ക്, ഞാനൊരു 2-ലൊക്കെ പഠിക്കുന്ന സമയത്ത് വിശുദ്ധി എന്നൊക്കെ പറഞ്ഞ് എന്താണെന്നൊക്കെ മനസ്സിലാകുന്നതിന് മുമ്പേ മമ്മി പറയുന്നൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. അതിങ്ങനെയാണ്: എൻ്റെ മക്കൾ 2 പേരും വിശുദ്ധരാവണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് മമ്മി പറയുമായിരുന്നു. അപ്പോൾ അത് പറയുമ്പോൾ മമ്മിയുടെ കണ്ണ് എപ്പോഴും നിറയുമായിരുന്നു. ഇത് മമ്മി കൂടെ പറയുമായിരുന്നു. ഞങ്ങളിങ്ങനെ വളർന്നു വരുന്ന അനുസരിച്ചും എല്ലാം മമ്മി ഇത് കൂടെ പറയുമായിരുന്നു. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സമ്മാനമൊക്കെ വാങ്ങി ചെല്ലുമ്പോഴും മമ്മി പറയും, ഓക്കെ നല്ലത്, പക്ഷേ എൻ്റെ മക്കൾ 2 പേരും വിശുദ്ധരാവണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നിങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ വിശുദ്ധി എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ ഞാൻ പോലും അറിയാതെ അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ നിക്ഷേപിക്കാൻ മമ്മിക്ക് സാധിച്ചു. ഇങ്ങനെ പപ്പയുടെയും മമ്മിയുടെയും പ്രാർത്ഥനയുടെ സ്വരം കേട്ടാണ് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റുകൊണ്ടിരുന്നത്. രാവിലെ 5:30 എഴുന്നേറ്റ് അവർ ജപമാല ചെല്ലുമായിരുന്നു. അപ്പോൾ അവരുടെ ആ ജപമാലയുടെ ശബ്ദം കേട്ടാണ് പലപ്പോഴും നമ്മൾ എഴുന്നേൽക്കുന്നത്. പിന്നെ ദൈവം നമുക്കൊരു അവസരം ഒരുക്കി വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ് ജീവിക്കുന്ന ദൈവമാണെന്ന് അറിയാൻ വളരെ കുഞ്ഞിലെ തന്നെ ഒരു അവസരം ദൈവം ഒരുക്കി. അതിപ്രകാരമാണ്. ഞാൻ ചെറുപ്പത്തിൽ അത്ര നന്നായിട്ട് പഠിക്കുന്ന ആളൊന്നും അല്ലായിരുന്നു. അപ്പം മമ്മി പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെ എന്നെ അങ്ങോട്ട് മാറ്റി, മമ്മിയുടെ ഒരു പ്രത്യേക ശ്രദ്ധ കിട്ടാൻ വേണ്ടി. പക്ഷേ അങ്ങനെ 3-ാം ക്ലാസ്സിലാണ് ഞാൻ ആ സ്കൂളിലോട്ട് ചെല്ലുന്നത്. പക്ഷേ 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും എനിക്ക് അക്ഷരം കൂട്ടി വായിക്കാനോ ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പോലും മമ്മിക്കൊരു നാണക്കേട് ഉണ്ടാവണ്ടല്ലോ, അങ്ങനെ ഒരു ചിന്ത എനിക്കുണ്ടായി. അപ്പോൾ അങ്ങനെ പഠിക്കണമെന്ന് ആദ്യമായിട്ടൊരു ആഗ്രഹമൊക്കെ തോന്നി. പക്ഷെ അങ്ങനെ ആഗ്രഹം വന്നെങ്കിലും പഠിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പ്രത്യേകിച്ച് മാത്സ് എന്ന സബ്ജക്റ്റ് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ മാത്സിൻ്റെ എക്സാമിന് മുമ്പ് ഞാൻ സ്ഥിരം മമ്മിയുടെ അടുത്ത് പോയി കരഞ്ഞ് അങ്ങനെ മാത്സിന് എനിക്ക് എപ്പോഴും മാർക്ക് കുറവായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു എക്സാമിന് മുമ്പ് പതിവ് പോലെ ഞാൻ മമ്മിയുടെ അടുത്ത് പോയിരുന്നു ഭയങ്കരമായിട്ട് കരഞ്ഞു. ഞാൻ എക്സാം എഴുതുന്നില്ല, ഒന്നും പഠിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ മമ്മി എനിക്കൊരു വചനം പറഞ്ഞു തന്നു. അതിപ്രകാരമായിരുന്നു: ഫിലിപ്പി 4:13, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. മമ്മി എന്നോട് പറഞ്ഞു, ഈ വചനം നീ നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെക്ക്, ഈ വചനം എഴുതി വെച്ച് നീ കൂടെ വായിക്കുക, പഠിക്കുമ്പോഴല്ലേ അത് വായിക്കുക, എന്നിട്ട് പോയി എക്സാം എഴുതുക, ഉറപ്പായിട്ട് നിനക്ക് നല്ല മാർക്ക് കിട്ടുമെന്ന് മമ്മി പറഞ്ഞു. അപ്പോൾ ഞാൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമാണ്. മമ്മി പറഞ്ഞത് അതേപടി ഞാൻ വിശ്വസിച്ചു. ഞാൻ നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ടിൽ ഈ വചനം എഴുതി വെച്ചു. അപ്പോൾ പഠിക്കുന്നതിന് മുമ്പ് ഈ വചനം ജസ്റ്റ് ഒന്ന് വായിക്കും, എന്നിട്ട് പഠിക്കും. അങ്ങനെ പോയി എക്സാം എഴുതി റിസൾട്ട് വന്നപ്പം ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് മാത്സിന് ഫുൾ മാർക്ക് കിട്ടി. എൻ്റെ മാർക്ക് കണ്ടിട്ട് ഞങ്ങളുടെ മാത്സ് ടീച്ചറിന് വരെ ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പോൾ ടീച്ചർ ആൻസർ ഷീറ്റ് തരാൻ നേരത്ത് എന്നെ ഫ്രണ്ടിലോട്ട് വിളിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചത് എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓടിപ്പോയി എൻ്റെ നോട്ട്ബുക്ക് എടുത്ത് മിസ്സിനെ കാണിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, കണ്ടോ മിസ്, ഇത് കണ്ടോ, എൻ്റെ മമ്മി എന്നോട് ഇങ്ങനെ പറഞ്ഞു, അതനുസരിച്ച് ഞാൻ വചനം എഴുതി പഠിച്ചത് കൊണ്ടാണ് എനിക്കിങ്ങനെ ഇത്ര നല്ല മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു സാക്ഷ്യം എന്ന് പറയാം. എന്താണ്, ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് അത് ജീവിക്കുന്ന ആളാണ്. അതുപോലെ വചനം എന്ന് പറയുന്നത് ജീവനുള്ള വചനമാണ്. നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും എന്നുള്ളൊരു ബോധ്യം ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ കിട്ടാൻ ഈ ഒരു ഇൻസിഡൻറ്റ് എന്നെ ഒത്തിരി സഹായിച്ചു. 3-ാം ക്ലാസ്സിൽ വെച്ചുണ്ടായ ഈ അനുഭവം ജീവിതത്തിൽ എന്ത് ചെയ്യുന്നതിന് മുമ്പും ഈശോയോട് ചോദിച്ച് വചനമെടുത്ത് വചനം വായിച്ച് ഈശോയുടെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു ശീലം വളർത്തിയെടുക്കാൻ അത് ഒത്തിരി സഹായകരമായി.
പപ്പ സൺഡേ സ്കൂളിൽ അധ്യാപകനായും അതുപോലെ ഹെഡ് മാസ്റ്ററായും ഒക്കെ ഞങ്ങൾ സൺഡേ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന അതേ കാലഘട്ടത്തിൽ തന്നെയാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമ്മൾ നിർബന്ധിക്കപ്പെട്ടു എന്ന് തന്നെ വേണം പറയാം. മിഷൻ ലീഗിലും KCYM-ലൊക്കെ അങ്ങനെ സജീവമായി പ്രവർത്തിക്കുകയുണ്ടായി. അതുപോലെ ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഞാൻ സ്കൂളിൽ വെച്ച് സ്കൂൾ ലീഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ സ്കൂൾ ലീഡറായിട്ട് എലക്ട് ചെയ്യപ്പെടുമ്പം അതിന് മുമ്പ് എനിക്ക് ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ടാണ് എന്നെ അങ്ങനെ ഒരു ലീഡർഷിപ്പിലേക്ക് എലക്ട് ചെയ്തതെന്ന്. കാരണം അതിന് മാത്രം അത്ര കഴിവുള്ള ആളല്ലായിരുന്നു ഞാൻ. അതുപോലെ എന്നെക്കാളും നന്നായി പഠിക്കുന്ന കുട്ടികൾ ക്ലാസ്സിലുണ്ടായിരുന്നു, എന്നെക്കാളും മിടുക്കരായവരുണ്ടായിരുന്നു. പക്ഷേ അത് ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. കാരണം അങ്ങനെ ലീഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അതിന് വേണ്ട കൃപകളെല്ലാം കർത്താവ് തരുന്നതായിട്ട് ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ടു. പ്രസംഗം പറയാനും അതുപോലെ ഓരോ തീരുമാനങ്ങൾ എടുക്കാനും മുന്നിൽ നിന്ന് പ്രവർത്തിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ അങ്ങനെ ഉണ്ടായി. പിന്നെ 10th വന്നപ്പം 10th വെച്ച് ഫുൾ A+ വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടായി. ആ ആഗ്രഹം ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പായുടെ ഒരു പെങ്ങള് കുഞ്ഞിലെ തന്നെ മരിച്ചു പോയായിരുന്നു. അപ്പോൾ ആൻറ്റിയുടെ ഒരു ട്രോഫി വീട്ടിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റിക്ക് നേഴ്സിംഗ് പഠിക്കുമ്പം ഫസ്റ്റ് കിട്ടിയതിൻ്റെ ഒരു ട്രോഫി ആയിരുന്നു അത്. ആ ട്രോഫി എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തു. എനിക്ക് അതുപോലെ ഒരു ട്രോഫി വീട്ടിൽ കൊണ്ടുവരണം എന്നൊരു ആഗ്രഹമുണ്ടായി. അപ്പോൾ അങ്ങനെ ആ ആഗ്രഹം ഞാൻ മമ്മിയോട് പറഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു, ഓക്കെ നീ നന്നായിട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് പഠിക്കുക, അപ്പോൾ ഈശോ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നൊരു ശീലമൊന്നും ആ സമയത്തില്ലായിരുന്നു. പക്ഷേ 10th ക്ലാസ് കയറി കഴിഞ്ഞപ്പം എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. അതായത് ഈശോയോട് പറഞ്ഞാൽ ഈശോയ്ക്ക് മാത്രമേ ഉള്ളൂ ഇത് സാധിക്കുകയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. എന്നെക്കൊണ്ട് ഇത് സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് പോകും. എക്സാം ആണെങ്കിലും കുർബാനയ്ക്ക് പോയതിന് ശേഷമാണ് എക്സാമിന് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കുർബാനയ്ക്ക് ഈശോയെ സ്വീകരിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ഈ ആഗ്രഹം ഈശോയോട് പറയുമായിരുന്നു. എൻ്റെ ഈശോയെ, എനിക്ക് 10th ക്ലാസ്സിൽ ഫുൾ A+ കിട്ടണം എന്നൊരു ആഗ്രഹമുണ്ട്, ഈശോ അത് സാധിച്ചു തരണമെന്ന് ഈശോയെ ഉൾക്കൊള്ളുന്നതിന് മുമ്പ് പറയുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു, പഠിച്ചു. അതുപോലെ തന്നെ ഫിലിപ്പി 4:13 ആ വചനം എല്ലാ നോട്ട്ബുക്കിൻ്റെയും ടെക്സ്റ്റ് ബുക്കിൻ്റെയും ഫ്രണ്ടിൽ എഴുതി വെച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഞാനും 9 എല്ലാ ദിവസവും പഠിക്കുന്നതിന് മുമ്പ് വായിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചും പഠിച്ചും എക്സാമിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരുന്നു. ചില എക്സാമൊക്കെ നല്ല എളുപ്പമായിരുന്നു, ചില എക്സാം കുറച്ച് പാടായിരുന്നു. ആ 10th എക്സാമിനിടയ്ക്കും ഒരു അത്ഭുതമുണ്ടായി. ഞാൻ സോഷ്യൽ സയൻസിൻ്റെ എക്സാമിന് വേണ്ടി ഇരുന്നപ്പം ആ എക്സാമിന് നമുക്കിങ്ങനെ ഇന്ത്യയുടെ മാപ്പ് തന്നിട്ട് ഏതെങ്കിലും 5 ഇൻഡസ്ട്രീസ് ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ 5 ഇൻഡസ്ട്രിയുടെ ലൊക്കേഷൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ആ സമയത്ത് സന്തോഷത്തിൻ്റെ 5ാം രഹസ്യം ചൊല്ലി, ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി, എന്നിട്ട് ഞാൻ കണ്ണടച്ച് ആ മാപ്പിൽ 5 ഡോട്ട് ഇട്ടു. അത് എവിടെ ഇട്ടെന്ന് എനിക്ക് പോലും അറിയത്തില്ല, അതുപോലെ ഇട്ടതാണ്. പക്ഷേ എക്സാം കഴിഞ്ഞ് നോക്കിയപ്പം ഞാൻ ലൊക്കേറ്റ് ചെയ്ത 5 ലൊക്കേഷനും കറക്റ്റായിരുന്നു. അപ്പോൾ അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് വീണ്ടും വിശ്വാസത്തിൽ വളർത്താൻ എന്നെ ഒത്തിരി സഹായിച്ചു. നിയമാവർത്തനം 4:7 പറയുന്ന പോലെ നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. ആ ഒരു വചനം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ആ എക്സാം ഹാളിൽ ഈശോ ഇറങ്ങി വന്ന് ഈശോ എൻ്റെ കൈ പിടിച്ച് അത് ചെയ്തുകൊണ്ട് മാത്രമാണ് അതങ്ങനെ സംഭവിച്ചത്. അങ്ങനെ റിസൾട്ട് വന്നപ്പോഴാണേലും 10th ഫുൾ A+ പാസ്സാവാൻ കർത്താവ് അനുഗ്രഹിച്ചു. അതൊരു വലിയ അത്ഭുതമായിരുന്നു. ദൈവം കൂടെ ഉണ്ടെങ്കിൽ എന്തും സംഭവിക്കും, കഴിവിനപ്പുറമുള്ള കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളൊരു ബോധ്യം അങ്ങനെ ലഭിച്ചു. അപ്പോൾ നമ്മൾ ഓർക്കും ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുകയും പഠിക്കുകയും അങ്ങനെ ചെയ്താൽ എപ്പോഴും നമുക്ക് വിജയം ലഭിക്കുമെന്ന്. പക്ഷേ എൻ്റെ വിശ്വാസത്തെ പരീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ഇൻസിഡൻറ്റും അതിനുശേഷം ഉണ്ടായി. ഞാൻ ഇതുപോലെ തന്നെ ഈ പ്രാർത്ഥനാ ലൈഫ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു. പ്രാർത്ഥനാ ലൈഫ് കണ്ടിന്യൂ ചെയ്യുന്ന പറയുമ്പോൾ സാധാരണ ഒരാൾക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ള എല്ലാ കുസൃതികളും ഞാൻ കാണിച്ചിട്ടുണ്ട്. വീട്ടിൽ പപ്പായോടും മമ്മിയോടും പറയാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ കുസൃതികളും ആ പ്രായത്തിൽ കാണിച്ചിട്ടുണ്ട്. സാധാരണ കുട്ടികളെ പോലെ തന്നെ എനിക്ക് അട്രാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതെല്ലാം എനിക്ക് തോന്നുന്നു എൻ്റെ മമ്മിയുടെയും പപ്പായുടെയും പ്രാർത്ഥനയുടെ ഒരു കോട്ടയ്ക്കുള്ളിൽ എൻ്റെ ആത്മാവ് വളരെ സുരക്ഷിതമായി മുന്നോട്ട് പോകുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എന്നെക്കാളും നന്നായിട്ട് ആ കാലഘട്ടത്തിൽ അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. +2 പഠിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഞാൻ നന്നായി പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ +2 എക്സാം ഒന്നും എനിക്ക് അത്ര എളുപ്പമല്ലായിരുന്നു. +2 പെർസെൻറ്റേജും കുറവായിരുന്നു. അപ്പോൾ അതെന്നെ ഒത്തിരി വിശ്വാസത്തിന് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. എന്നോട് ഒത്തിരി പേര് ചോദിക്കുകയും ചെയ്തു, നീ എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ടും നിനക്ക് ഇത്രയും മാർക്കാണോ കിട്ടിയത് എന്ന് ചോദിച്ചു. +2 എനിക്ക് 78% ആണ് കിട്ടിയത്. പക്ഷേ അത് അത്ര കുറവല്ല എന്ന് എനിക്കറിയാം.
പക്ഷേ 10th അത്ര മാർക്ക് കിട്ടിയോണ്ട് എല്ലാവരുടെയും എക്സ്പെക്റ്റേഷൻ അതിലും കൂടുതലായിരുന്നു. അതിനൊപ്പം എത്താൻ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് നിനക്ക് ഇതാണോ കിട്ടിയത്? അത് എനിക്ക് ഒരു മുറിവ് തന്നെയായിരുന്നു. ഞാൻ ഓർത്ത്, എന്താ കർത്താവ് ഇങ്ങനെ സംഭവിച്ചത്? എനിക്കതിന് ഉത്തരം കിട്ടിയില്ല. ഞാൻ ഒത്തിരി വിഷമിച്ചു. അപ്പോൾ +2 ശേഷം ലിറ്ററേച്ചർ പഠിക്കണം, ജേർണലിസം പഠിക്കണം, അതൊക്കെയായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അപ്പം ഡിഗ്രിക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫസ്റ്റ് ഓപ്ഷൻ വെച്ചാണ് അപ്ലൈ ചെയ്തത്. പക്ഷേ +2 പെർസെൻറ്റേജ് കുറവായിരുന്നുകൊണ്ട് ഞാൻ 3rd ഓപ്ഷൻ വെച്ച ബോട്ടണിയാണ് എനിക്ക് കിട്ടിയത്. ബോട്ടണി പഠിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇതിന് ജോയിൻ ചെയ്യല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ വേറെ മറ്റ് അലോട്ട്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. ഫൈനൽ അലോട്ട്മെൻറ്റിലാണ് ഇങ്ങനെ ഒരു ലിസ്റ്റിൽ നമുക്ക് കയറിപ്പെടുന്നത് തന്നെ. അപ്പം അങ്ങനെ ഇഷ്ടമില്ലാതെയാണ് ബോട്ടണിക്ക് അഡ്മിഷൻ എടുക്കാൻ കുര്യാക്കോസ് ഏലിയാസ് കോളേജ് മാന്നാനത്ത് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ പ്രിൻസിപ്പലിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് ഞാൻ കരയുമായിരുന്നു. കരഞ്ഞപ്പം മമ്മി എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഈശോ നിനക്കൊരു കാര്യം തരുമ്പം നീ കരഞ്ഞുകൊണ്ടാണോ സ്വീകരിക്കുന്നത്? ഒരു പക്ഷേ ഇതിലൂടെയായിരിക്കും ഈശോ നിന്നെ വിജയത്തിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നീ അത് സന്തോഷത്തോടെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. മമ്മിയുടെ ഡയലോഗൊക്കെ കേൾക്കാൻ ഭയങ്കര രസമായിരുന്നു. പക്ഷേ ഞാൻ അത്ര സന്തോഷത്തോടു കൂടിയൊന്നും അല്ല ആ കോഴ്സിന് എൻട്രി ചെയ്തത്. ക്ലാസ്സിലിരിക്കാൻ എനിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. എങ്ങനെയായാലും ക്ലാസ്സിൻ്റെ പുറത്ത് പോകണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരവസരം കിട്ടുന്നത്, NCCയിൽ ജോയിൻ ചെയ്യാൻ ഒരു അവസരം കിട്ടുന്നത്. അപ്പോൾ NCCയിലൂടെ ഇൻ്റർവ്യൂവിന് അവരിങ്ങനെ താല്പര്യമുള്ളവരൊക്കെ വരാൻ പറഞ്ഞു. അപ്പോൾ ക്ലാസ്സിൽ നിന്ന് പുറത്തു പോവുക എന്നുള്ള ഒറ്റ ലക്ഷ്യം കൊണ്ടാണ് NCCക്ക് ഉള്ള ഇൻ്റർവ്യൂവിന് അപ്പിയർ ചെയ്യാൻ വേണ്ടി ചെന്നത്. അപ്പം ആ ഇൻ്റർവ്യൂ പാസ്സായി. അപ്പോൾ അങ്ങനെ നേവൽ NCCയിൽ ചേർന്നു. നേവൽ NCC ചേർന്ന് കഴിഞ്ഞും ലൈഫ് കൂടുതൽ ഞാനിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുകയായിരുന്നു. കൂട്ടുകാരുടെ ഒക്കെ വീട്ടിൽ പോകും. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒത്തിരി നേരം വർത്തമാനം പറയും. അങ്ങനെ കോളേജ് ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു. അതിനൊപ്പം തന്നെ ജീസസ് യൂത്തിലുണ്ടായിരുന്നു. ജീസസ് യൂത്തിൻ്റെ പ്രെയർ മീറ്റിനൊക്കെ പോകും. അപ്പോൾ അങ്ങനെ പിന്നെ സ്പോർട്സിലുണ്ടായിരുന്നു. കോളേജിൽ വളരെ ആക്റ്റീവായിട്ട് അടിപൊളിയായിട്ട് ജീവിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് NCCക്ക് ബേസ് സർട്ടിഫിക്കറ്റ് എക്സാമിന് അപ്പയർ ചെയ്യേണ്ട ഒരു സമയം വരുന്നത്. അപ്പോൾ ആ എക്സാം എഴുതണമെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാമ്പിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന ഒരു നിബന്ധന ഇങ്ങനെ സീനിയേഴ്സ് ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ക്യാമ്പിന് ലേബർ ഇന്ത്യ സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കോളേജിൽ നിന്നൊരു ടീം പോയി. 10-12 പേരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അത് റിപ്പബ്ലിക് ഡേ പരേഡിന് പങ്കെടുക്കേണ്ട ഒരു ടീമിനെ സെറ്റ് ചെയ്യാനുള്ള ക്യാമ്പ്, അതിൻ്റെ ഫസ്റ്റ് ക്യാമ്പാണ് അതെന്ന് ഞാൻ അറിയുന്നത്. അപ്പോൾ എനിക്ക് പക്ഷേ അങ്ങനെ ഒരു റിപ്പബ്ലിക് ഡേ പരേഡിന് പോകണമെന്നോ അങ്ങനെയുള്ള ആഗ്രഹമൊന്നും അപ്പോഴില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്യാമ്പ് അറ്റൻഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെ അവിടെ നിന്നു. അത്ര ആക്റ്റീവായിട്ടൊന്നും അവിടെ ഞാൻ നിന്നില്ല. ഉഴപ്പായിരുന്നു. കാരണം നല്ല കഷ്ടപ്പാടായിരുന്നു NCC ക്യാമ്പ് എന്ന് പറയുമ്പം. രാവിലെ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ ഡ്രില്ല്, പിന്നെ വൈകുന്നേരം വരെ നമുക്കൊരു റെസ്റ്റ് ഇല്ലാതെ ഫുള്ള് ഡ്രില്ലും പരേഡും, അങ്ങനെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അപ്പോൾ എങ്ങനെയാലും ആ 10 ദിവസം ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് പുറത്ത് പോകണമെന്ന ആഗ്രഹം എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ 10ാമത്തെ ദിവസമാണ് അടുത്ത ക്യാമ്പിലോട്ടുള്ള സെലക്ഷൻ നടക്കുന്നത്. നിർഭാഗ്യവശാൽ ആ സെലക്ഷൻ എനിക്ക് കിട്ടി. പക്ഷേ അതാണേലും എനിക്ക് അത്ര സന്തോഷത്തോടെയൊന്നും അല്ല ഞാനത് ആ സെലക്ഷൻ കിട്ടി എന്നുള്ള വാർത്ത സ്വീകരിച്ചത്. വീട്ടിൽ വന്നാണേലും ഞാൻ പപ്പായോട് പറഞ്ഞു, പപ്പ അടുത്ത ക്യാമ്പിന് സെലക്ഷൻ കിട്ടി, പക്ഷേ ഞാൻ പോകുന്നില്ല, ഭയങ്കര കഷ്ടപ്പാടാണ്. കാരണം ഈ റൈഫിൾ ഡ്രില്ലൊക്കെ ചെയ്ത് ദേഹം എല്ലാം ചതഞ്ഞു, പിന്നെ വെയിൽ കൊണ്ട് ആകെ കരിവാടിച്ചു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പപ്പ പറഞ്ഞു, എന്തായാലും സെലക്ഷൻ കിട്ടിയില്ലേ, അടുത്ത ക്യാമ്പിന് കൂടെ നീ പോകും, ഇപ്പം അടുത്ത ക്യാമ്പിന് സെലക്ഷൻ കിട്ടണം നിർബന്ധമില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ അടുത്ത ക്യാമ്പിന് പപ്പയുടെ നിർബന്ധം മൂലമാണ് ഞാൻ പോകുന്നത്. അടുത്ത ക്യാമ്പിന് ചെന്നപ്പോഴും സ്ഥിതിഗതികൾ ഇതുപോലെ തന്നെ കുറച്ചും കൂടെ വഷളായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കുറച്ചും കൂടെ കഷ്ടപ്പാട് കൂടി. ഓരോ ക്യാമ്പ് എണ്ണം കൂടുന്നതനുസരിച്ച് നമുക്കിടെ ട്രെയിനിങ്ങിൻ്റെ കാഠിന്യവും കൂടും. അപ്പോൾ ഒത്തിരി പണിഷ്മെൻ്റ് ഉണ്ട്. പിന്നെ NCCയിലെ സീനിയേഴ്സ് നമ്മളെ ഒത്തിരി മെൻ്റലി ടോർച്ചർ ചെയ്യും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ സെലക്ഷൻ കിട്ടണമെന്നുള്ള ആഗ്രഹമൊന്നും ഇല്ലാതിരിക്കെ തന്നെ വീണ്ടും സെലക്ഷൻ കിട്ടി. അതെല്ലാം കർത്താവിൻ്റെ ഒരു പദ്ധതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ സെലക്ഷൻ കിട്ടി. ഓരോ 4 ക്യാമ്പിന് കഴിഞ്ഞ് സെലക്ഷൻ കിട്ടി. അങ്ങനെ കോട്ടയം ടീമിലെ പരേഡ് ചെയ്യാനുള്ള ഒരു മെമ്പറായിട്ട് അങ്ങനെ സെലക്ട് ചെയ്യപ്പെട്ടു. അതിനുശേഷം 6ാമത്തെ ക്യാമ്പ് എന്ന് പറയുന്നത് ഇൻ്റർ ഗ്രൂപ്പ് കോമ്പറ്റീഷനാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള NCC കാഡറ്റ്സ് തൃശ്ശൂർ പോലീസ് അക്കാഡമിയിൽ വന്ന് അവിടെ വെച്ചാണ് കോമ്പറ്റീഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് കേരള ടീമിലേക്കുള്ള ടീമിൻ സെറ്റാക്കുന്നത്. അപ്പം അവിടെ വെച്ച് എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഡൽഹിക്ക് പോകണം, റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം അവിടെ വെച്ച് ആദ്യമായി ഉണ്ടായി. അതുണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞാൽ ആ പോലീസ് അക്കാഡമിയും
അവിടുത്തെ ഒരു ആംബിയൻസും അവിടെ ഒത്തിരി സോൾജിയേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്കിതൊന്ന് ട്രൈ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. അങ്ങനെ അവിടെ വെച്ച് ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോ എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഒന്ന് സെലക്ഷൻ കിട്ടണമെന്ന്. അങ്ങനെ ആ 6ാമത്തെ ക്യാമ്പിൽ നിന്ന് സെലക്ഷൻ കിട്ടി. അതിനുശേഷം പിന്നെയുള്ള ക്യാമ്പുകളെല്ലാം ട്രിവാൻഡ്രത്താണ് നടന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്തെ ക്യാമ്പ് എന്ന് പറയുമ്പം ആ സെലക്ഷൻ ചെയ്യപ്പെട്ട ടീമിലെ എല്ലാവരും ഉണ്ട്. പക്ഷേ അത് ഫൈനൽ ടീമല്ല. ഇപ്പം ഞാൻ നേവൽ NCCയിലെ അംഗമായിരുന്നു. നേവൽ NCC ആകെ 3 പേർക്കേ ഉള്ളൂ ഡൽഹിയിൽ പരേഡ് ചെയ്യാനുള്ള സെലക്ഷൻ കിട്ടുകയുള്ളൂ. പക്ഷെ ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒരു 4 ക്യാമ്പും കൂടെ കഴിയുമ്പം ഞങ്ങളിൽ നിന്ന് 2 പേര് ഔട്ടാകും. അപ്പം അപ്പോഴത്തെ ഞങ്ങളുടെ ഒരു കണ്ടീഷൻ, ഞങ്ങളുടെ 5 പേരിലെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏറ്റവും വീക്കായിട്ടുള്ള ആൾ ഞാനായിരുന്നു. കാരണം എനിക്ക് ഒന്നാമത് ഞാൻ പരേഡിൽ അത്ര ബെസ്റ്റായിട്ടുള്ള ആളല്ല. കൂടാതെ എൻ്റെ കൂടെയുള്ള ബാക്കി 4 പേർക്കും മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉള്ളവരായിരുന്നു. പാട്ട് പാടുന്നവരോ ഡാൻസ് കളിക്കുന്നവരോ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനത്തെ കഴിവുകളൊന്നുമില്ല. അപ്പം ഏറ്റവും വൾണറബിളായിട്ട് നിന്ന ആൾ ഞാനാണ്. എങ്കിലും പാട്ട് പാടാനൊന്നും വലിയ കഴിവൊന്നും ഇല്ലെങ്കിലും സെലക്ഷൻ കിട്ടണമെന്നുള്ള ആഗ്രഹം മൂലം അവിടെ ഈ പാട്ട് പാടുന്ന ടീമിൻ്റെ സ്ക്രീനിങ്ങിന് ഞാൻ പോയി. എന്നിട്ടൊരു പാട്ടൊക്കെ പാടി. പക്ഷേ എൻ്റെ പാട്ട് കേട്ടതിന് ശേഷം അതിനകത്തെ ജഡ്ജായിട്ട് നിന്ന ആൾ പറഞ്ഞൊരു കമൻറ്റ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. അദ്ദേഹം പറയുകയാണോ, ഈ പാട്ട് ഇങ്ങനെയും പാടാമല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തന്നെ ഞാൻ ആകെ നാണം കെട്ടാണ് അവിടുന്ന് പോരുന്നത്. അപ്പം അങ്ങനെ സെലക്ഷൻ കിട്ടാൻ ഒരു സാധ്യതയില്ലായിരിക്കുന്ന അവസ്ഥ. ആ സമയത്ത് നമ്മൾ വീണ്ടും കർത്താവിനെ മുറുകെ പിടിച്ചു. എല്ലാ ദിവസവും എത്ര സമയം പോയെന്ന് പറഞ്ഞാലും കുറച്ച് സമയം ബൈബിള് വായിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. അതുപോലെ NCC ക്യാമ്പിലായിരുന്നപ്പോൾ മറ്റൊരു കാര്യം കൂടെ ഉണ്ടായി. അതായത് അവിടെ സൺഡേ ആണെങ്കിൽ പോലും, ഇപ്പോൾ പള്ളി തൊട്ടടുത്ത് ഉണ്ടെങ്കിൽ പോലും നമുക്ക് കുർബാനയ്ക്ക് പോകാനുള്ള അവസരമൊന്നും ഇല്ലായിരുന്നു. ക്രിസ്മസിന് അന്ന് പോലും കുർബാനയ്ക്ക് പോകാൻ സാധിച്ചില്ല. ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചെങ്കിലും അതിനുള്ള പെർമിഷൻ കിട്ടിയില്ല. അപ്പം ഈ കുർബാന എൻ്റെ ലൈഫിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ആ NCC ക്യാമ്പിൽ വെച്ചാണ് ഞാൻ തിരിച്ചറിയുന്നത്. കാരണം കുർബാന ഇല്ലാതെ മുന്നോട്ട് പോയപ്പം ഭയങ്കര ഡ്രൈ ആയിട്ടും ഞാൻ പെട്ടെന്ന് ഭയങ്കര വീക്കാകുന്നതായിട്ടല്ല എനിക്ക് തോന്നി. കുർബാന കൂടാനുള്ള ഒരു കൊതി അത് നിഷേധിക്കപ്പെട്ടപ്പോൾ എനിക്കുണ്ടായി. അവസരങ്ങൾ വളരെ ധാരാളം ഉണ്ടായിരുന്നപ്പോൾ പലപ്പോഴും ഞാൻ കുർബാനയ്ക്ക് പോവാതെ ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ നമ്മൾ ആഗ്രഹിച്ചു എന്നിട്ടും പോകാൻ പറ്റാതിരുന്നപ്പോഴാണ് ഇതിൻ്റെ വില എന്താണെന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ ഡൽഹിയിലേക്ക് പോകാനുള്ള ഫൈനൽ ടീമിൻ്റെ സെലക്ഷൻ നടക്കുന്ന 10ാമത്തെ ക്യാമ്പിൻ്റെ ആ സമയത്ത് ഞങ്ങൾക്കിങ്ങനെ പരേഡ് ചെയ്യുകയാണ്. പരേഡ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ 5 പേരും ഉണ്ട്. 5 പേരിൽ നിന്ന് 2 പേര് ഔട്ടാവുന്നുള്ളൊരവസ്ഥ. എല്ലാവരുടെയും വിചാരം ഞാൻ തന്നെ ഔട്ടാവുന്നതായിരുന്നു. കാരണം എൻ്റെ പരേഡ് അത്ര നല്ലതൊന്നും അല്ലായിരുന്നു. പക്ഷേ ആ സമയത്ത് അത്ഭുതകരമായി ആ ഒരു സെലക്ഷൻ എനിക്ക് കിട്ടി. ആ സെലക്ഷൻ കിട്ടിയപ്പം ഞങ്ങളെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു സോൾജിയർ, ഒരു ആർമി ഓഫീസറാണ്. അദ്ദേഹം പറയുകയുണ്ടായി, അൽഫോൻസ, ദൈവം ഉണ്ടെന്നൊക്കെ പറയുന്ന ഇതാണെന്ന്. കാരണം അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു ഇത് അത്ഭുതമാണ്. കാരണം എൻ്റെ കഴിവുകൊണ്ടല്ല ഇത് കിട്ടിയതെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. അപ്പോൾ അങ്ങനെ കേരള ടീമിൽ ഒരംഗമാകാനും ഡൽഹിക്ക് പോകാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ആ 3 പേരിൽ ഒരാളാവാനും ഉള്ള ഒരു വലിയ അനുഗ്രഹം ദൈവം തന്നു. അങ്ങനെ 2015 റിപ്പബ്ലിക് ഡേ പരേഡിന് പങ്കെടുക്കാനാണ് ഡൽഹിയിലേക്ക് പോകുന്നത്. ജനുവരി 1 ഞങ്ങളവിടെ ചെന്നു. ജനുവരി 1 അവിടെ ചെന്നതിന് ശേഷം ആദ്യമേ അവിടെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള കേഡറ്റ്സ് അവിടെ വരും. അപ്പം അവിടെ വരുമ്പം ഫസ്റ്റ് സ്റ്റേറ്റുകൾ തമ്മിലുള്ള കോമ്പറ്റീഷനാണ്, പരേഡ് കോമ്പറ്റീഷനാണ് നടക്കുന്നത്. അതിനുശേഷമാണ് ജനുവരി 26 പരേഡ് ചെയ്യേണ്ട ടീമിനെ സെലക്ട് ചെയ്യുന്നത്. ആ വർഷത്തെ ആ ഇവൻറ്റിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. കാരണം അമേരിക്കൻ പ്രസിഡൻറ്റ് ബറാക്ക് ഒബാമ ആദ്യമായിട്ട് ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷന് പങ്കെടുക്കാൻ വരുന്നത് ആ വർഷമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു. അങ്ങനെ 26-ാം തീയതി പരേഡ് ചെയ്യുന്ന ആ ടീമിനെ സെലക്ട് ചെയ്യുന്ന സ്ക്രീനിങ് നടക്കുകയാണ്. അപ്പോൾ സ്ക്രീനിങ് നടക്കാൻ നേരത്ത് ഞാനൊരു സുഹൃദേവം ചൊല്ലി. അതെൻ്റെ പപ്പ എനിക്ക് പറഞ്ഞു തന്നൊരു സുഹൃദേവമായിരുന്നു. അത് ഇപ്രകാരമാണ്: കർത്താവ് ഈശോയെ, അങ്ങേ തിരുത്തോളിലെ മുറിവിൻ്റെ യോഗ്യതയാലും പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീരിൻ്റെ യോഗ്യതയാലും എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണമേ. ഈ ഒരു സുഹൃദേവം പപ്പ പറഞ്ഞു തന്നാണ്. അപ്പം ഞാൻ ഈ സുഹൃദേവം മനസ്സിൽ ഉരുവിട്ടുകൊണ്ടാണ് പരേഡ് ചെയ്യുന്നത്. ഞാൻ പരേഡ് ചെയ്ത് തുടങ്ങി ഒരു 4-5 സ്റ്റെപ്പ് വെച്ച് കാണും. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു ആർമി ഓഫീസർ, ഒരു സിഖ് ആയിരുന്നു, അദ്ദേഹം എന്നെ ഒന്ന് വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ ആ 5 സ്റ്റെപ്പ് വെച്ചപ്പോൾ തന്നെ അതിനുള്ള സെലക്ഷനായി. അതും വളരെ അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഞങ്ങൾക്ക് കേരളത്തിൽ നിന്ന് പോകുന്ന എല്ലാവർക്കും അന്ന് പരേഡ് ചെയ്യാൻ അവസരം കിട്ടുകയില്ല. ആ ഒരു ചെറിയ ടീമിൽ ഒരാളാവാനുള്ള വലിയ അവസരം കർത്താവ് തന്നു. അങ്ങനെ ഇന്ത്യൻ പ്രസിഡൻറ്റിനെയും പ്രൈം മിനിസ്റ്ററിനെയും ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെയും അതുപോലെ അമേരിക്കൻ പ്രസിഡൻറ്റിനെയും എല്ലാം കാണാനും
അവരുടെ മുമ്പിൽ പരേഡ് ചെയ്യാനും അവരെ സല്യൂട്ട് ചെയ്യാനും ഒക്കെയുള്ള ഒരു അവസരം തന്നു. പിന്നെ ഡൽഹിയിലെ ലൈഫ് ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായൊരു പീരീഡ് ആയിരുന്നു. കാരണം നമുക്ക് ഫ്രീ ആയിട്ട് ഡൽഹി ആഗ്ര ട്രിപ്പ് ഉണ്ടായിരുന്നു, നല്ല ഫുഡായിരുന്നു. ഒരു ആർമി ഓഫീസറിന് കിട്ടുന്ന അതേ ഫെസിലിറ്റീസ് എല്ലാം ആ ഒരു 1 മന്ത് നമുക്ക് കിട്ടി. പിന്നെ തിരിച്ചു വന്നതിന് ശേഷമാണെങ്കിലും നമുക്കിവിടെ ഭയങ്കര സ്വീകരണം, ഇപ്പം രാജ്ഭവനിൽ സ്വീകരണം അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ നോക്കുമ്പോൾ വളരെ സന്തോഷകരമായ, ആ പോകുന്ന സമയത്ത് വളരെ ഹാപ്പി ആയിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ അപ്പോഴെല്ലാം എൻ്റെ ഉള്ളിൽ എന്തോ ഒരു എംറ്റിനെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊന്നുമല്ല അങ്ങനെ ഒരു ചിന്ത എപ്പോഴും എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിലൊക്കെ എന്തെങ്കിലും ആവശ്യം വരുമ്പം ഈശോയോട് പ്രാർത്ഥിക്കുന്നു എന്നതല്ലാതെ അതിനപ്പുറമുള്ളൊരു ബന്ധം ഈശോയായിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതുപോലെ തന്നെ ഈ RDക്ക് പോയതിന് ആ സമയത്ത് തന്നെ ഡിഗ്രി എക്സാം നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ക്യാമ്പിൽ നിന്ന് വന്നാണ് എക്സാമൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്. ഒരു സെമസ്റ്റർ എക്സാം അങ്ങനെ എഴുതി. അതിന് അടുത്ത എക്സാം ക്യാമ്പ് കഴിഞ്ഞ് വന്ന ഉടനെ ആയിരുന്നു. അപ്പം ഏകദേശം 100-110 ദിവസത്തെ ക്ലാസ്സുകൾ നമുക്ക് കംപ്ലീറ്റ്ലി മിസ്സായിട്ടുണ്ട്. അപ്പം ഒന്നും അറിയാതെയാണ് സെമസ്റ്റർ എക്സാം അപ്പിയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. തലേദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പം ഈശോയോട് പറഞ്ഞു, എൻ്റെ ഈശോയെ, നിൻ്റെ ഇഷ്ടപ്രകാരമായിരുന്നു RDക്ക് പോയത്. ഇപ്പം എനിക്ക് ഇത് മുഴുവൻ പഠിച്ചു തീർക്കാനുള്ള സമയമില്ല. എങ്ങനെയാലൊക്കെ ഈ എക്സാമിന് എന്തൊക്കെയാണ് നാളെ ചോദിക്കുന്നതെന്നൊന്ന് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്, വചനം ചൊല്ലി പ്രാർത്ഥിച്ച്, അതിനുശേഷം എന്താണോ പഠിക്കാൻ തോന്നുന്നത് അത് മാത്രം പഠിച്ചിട്ട് അങ്ങനെ വളരെ സെലക്റ്റീവായിട്ട് പഠിച്ചിട്ടാണ് എക്സാം എഴുതാൻ വേണ്ടി പോയത്. പക്ഷേ എക്സാം ഹാളിലിരുന്ന് പല ദിവസങ്ങളിൽ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. കാരണം ഞാൻ പഠിച്ചുകൊണ്ട് പോയ പോർഷൻസ് മാത്രമായിരുന്നു എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഇൻ കേസ് ഞാൻ പഠിക്കാത്ത പോർഷനിൽ നിന്ന് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ അതിനുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാ ക്വസ്റ്റ്യനും തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഡിഗ്രിയുടെ റിസൾട്ട് വന്നപ്പം കോളേജിൽ ഫസ്റ്റായിട്ടും യൂണിവേഴ്സിറ്റി 5th റാങ്കോടെയും പാസ്സാവാൻ കർത്താവ് അനുഗ്രഹിച്ചു. അത് വലിയൊരു അത്ഭുതമായിരുന്നു. ദൈവത്തിന് എത്ര ബലഹീനമായ ഒരു സംഭവമാണേലും അതിനെ ഒത്തിരി മഹത്തരമാക്കാൻ കർത്താവിന് കഴിയും എന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് അങ്ങനെ വരാൻ സാധിച്ചു. പക്ഷേ ഈ കാലഘട്ടത്തിലൊന്നും എനിക്ക് സിസ്റ്റർ ആവണം എന്നുള്ളൊരു ആഗ്രഹം തോന്നിയിട്ടില്ല. അങ്ങനെ ചില കൂട്ടുകാരൊക്കെ എന്നെ കാണുമ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു, നീ മിക്കവാറും മടത്തി പോകുന്നു തോന്നുന്നു എന്ന്. പക്ഷെ അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ കാരണം ഞാൻ അങ്ങനെ ഒത്തിരി പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരാളല്ലായിരുന്നു. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ ഇപ്പോൾ എൻ്റെ പപ്പായുടെ 2 പെങ്ങന്മാർ സിസ്റ്റർ ആൻറ്റിമാരുണ്ട്. അവരാണേലും അങ്ങനെ മടത്തി പോരുന്നോ എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. ഒരുപക്ഷെ ഞാൻ ഇനി ഒരു ഒറ്റമോളായിരുന്നുകൊണ്ടാണോ എന്നെനിക്കറിയത്തില്ല. അങ്ങനെ ഡിഗ്രിക്ക് ശേഷം PG പഠിക്കാൻ സേക്രഡ് ഹാർട്ട് കോളേജ് തേവരയിൽ പോയി. അവിടെ PGക്ക് ചെന്നപ്പോഴാണേലും പഠിക്കാൻ ആരംഭഘട്ടത്തിൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ സമയത്തെല്ലാം PGയുടെ ആ സമയത്ത് തേവരയിൽ പോകുന്നതിന് മുമ്പ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. എറണാകുളത്താണ്, അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എറണാകുളത്ത് ഭയങ്കര ഉഴപ്പാണ്, ചെന്ന് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ ഉഴപ്പിപ്പോകുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഞാനിങ്ങനെ ഈശോയോട് പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പങ്കെടുക്കാനുള്ളൊരു അനുഗ്രഹം തരണമേ എന്ന് ആ സമയത്ത് പ്രാർത്ഥിച്ചായിരുന്നു. ഞങ്ങൾ അന്ന് തേവരയിൽ ചെന്നു. തേവരയിൽ ഞങ്ങൾ നിന്ന ഹോസ്റ്റലിൽ ആ വർഷം മുതലാണ് സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ഹോസ്റ്റലിൽ കുർബാനയ്ക്ക് ഉള്ള ഒരു അവസരം ലഭിക്കുന്നത്. അപ്പോൾ അത് എൻ്റെ ലൈഫിൽ ഒരു വളരെ സന്തോഷകരമായ കാര്യമായിരുന്നു. കാരണം അപ്പം മുതലാണ് ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ തുടങ്ങുന്നത്. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയി തുടങ്ങി. അപ്പോൾ അതുപോലെ സ്ഥിരമായിട്ട് അവിടെ വൈകിട്ട് ജപമാല ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു സിസ്റ്റമാറ്റിക് ലൈഫിലേക്ക് ഒന്നും കൂടെ ഞാൻ തിരിച്ചു വന്നു. അത് എൻ്റെ ലൈഫിൽ വളരെ വർത്തിയായിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു. ഇതുപോലെ തന്നെ ഓരോ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴെല്ലാം കർത്താവിനെ മുറുകെ പിടിക്കുമായിരുന്നു. ദൈവത്തിൽ ആശ്രയിച്ചിട്ടൊന്നും ഒരിക്കലും ലജ്ജിക്കപ്പെടേണ്ടി വന്നിട്ടുമില്ല. PG പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് സിവിൽ സർവീസ് എക്സാം ട്രൈ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വരുന്നത്. അപ്പം പണ്ട് മുതലുള്ള ഒരു സ്വഭാവമായിരുന്നു എന്ത് ചെയ്യുന്നതിന് മുമ്പും ഈശോയോട് ചോദിക്കുക എന്ന്. അപ്പോൾ പതിവ് പോലെ തന്നെ ഇങ്ങനൊരു ആഗ്രഹം വന്നപ്പോഴേ ഈശോയോട് ചോദിച്ചു, എൻ്റെ ഈശോയെ ഞാനിത് ചെയ്യട്ടെ, എന്താ നിൻ്റെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പം എനിക്ക് കിട്ടിയൊരു വചനമാണ്, നീ വലിയ കാര്യങ്ങൾ നനയ്ക്കുന്നുവോ, എന്നാൽ ഒന്നും ആഗ്രഹിക്കേണ്ട, ഇതാ സകല മർത്യരുടെ മേൽ ഞാൻ വലിയ അനർത്ഥം വരുത്താൻ പോകുന്നു, എന്നാൽ നീ എവിടെ പോയാലും നിനക്ക് നിൻ്റെ ജീവൻ മാത്രം സുരക്ഷിതമായിരിക്കും. ഈ വചനമാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഈശോ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, നീ ഇത്ര വലിയ കാര്യങ്ങളൊന്നും ആഗ്രഹിക്കേണ്ടെന്ന്. പക്ഷേ എനിക്കിത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാനിപ്പോൾ വീണ്ടും ഇങ്ങനെ കർത്താവിനെ നിർബന്ധിച്ചു, എനിക്കിതൊന്ന് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് എന്നുള്ളൊരു ഇത്. അപ്പോൾ അങ്ങനെ വീണ്ടും പ്രാർത്ഥിച്ചു. അങ്ങനെ പിന്നെ വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവ് എനിക്കിത് എങ്ങനെയല്ലോ ഒന്ന് ട്രൈ ചെയ്യണം, അങ്ങനെ ഒരു ആഗ്രഹം വന്നു.
അപ്പം വീണ്ടും പ്രാർത്ഥിച്ച് വീണ്ടും വചനം എടുത്തപ്പോൾ കിട്ടിയതാണ്, നിൻ്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും എന്ന് പറഞ്ഞ് ഒരു സപ്പോർട്ടീവായിട്ടുള്ളൊരു വചനം ലഭിച്ചു. അപ്പം ഈശോ സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങനെ ട്രിവാൻഡ്രത്താണ് സിവിൽ സർവീസ് എക്സാം ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ട്രിവാൻഡ്രത്തെ എൻ്റെ ലൈഫാണ് ജീവിതത്തിലെ ടേണിംഗ് പോയിൻ്റ് എന്ന് പറയാം. കാരണം ട്രിവാൻഡ്രത്ത് ഞാൻ നിന്നത് CMC ചങ്ങനാശ്ശേരി പ്രൊവിൻസിലെ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ഹോസ്റ്റലിലാണ്. എൻ്റെ തൊട്ടടുത്ത് തന്നെ OCD പ്രൊവിൻഷ്യൽ ഹൗസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനും അതുപോലെ പ്രൊവിൻഷ്യൽ ഹൗസ് അല്ലായിരുന്നു, അതൊരു ഫോർമേഷൻ ഹൗസ് ആയിരുന്നു, ഫിലോസഫിക്കൽ കോളേജ്. അപ്പോൾ അതിനോട് ചേർന്നൊരു നിത്യാരാധന ചാപ്പലും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനും ഈശോയുടെ അടുത്തിരിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം അവിടെ വെച്ചുണ്ടായി. അതുപോലെ സിസ്റ്റേഴ്സുമായിട്ട് അടുത്ത് ഇടപെടുന്നതും അവിടെ വെച്ചാണ്. സിസ്റ്റേഴ്സിൻ്റെ പ്രാർത്ഥനയും അവരുടെ ജീവിതമൊക്കെ എന്നെ ഒത്തിരി, അവരുടെ ഉള്ളിൽ അവിടെ ഉണ്ടായിരുന്ന 2 സിസ്റ്റേഴ്സ് അത് പ്രത്യേകം എടുത്തു പറയേണ്ടവരാണ്. ഒന്ന് എൻ്റെ ഹോസ്റ്റൽ വാർഡനായിരുന്ന സിസ്റ്റർ ജോൺ മേരി, 2 ഈ കാഞ്ഞിരപ്പള്ളി പ്രൊവിൻസിലെ തന്നെ ഒരു സിസ്റ്ററാണ് സിസ്റ്റർ റിനി മരിയ. ഇവരുടെ 2 പേരുടെയും ജീവിതം എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തു. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് അവരുടെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. ഹോസ്റ്റൽ വാർഡൻ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ നല്ല പ്രായമുള്ള സിസ്റ്ററാണ്. സിസ്റ്റർ റിനി മരി എന്ന് പറഞ്ഞാൽ കുറച്ച് യങ് ആയിട്ടുള്ള സിസ്റ്ററായിരുന്നു. പക്ഷെ ഇവർ 2 പേരും ചെയ്യുമ്പം ഭയങ്കര സന്തോഷത്തോടെ എന്തോ ഒരു ശക്തി ഇവരെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്ന പോലെ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ അവരെ ഇങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു, ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, ഇവരുടെ പ്രാർത്ഥന ഒക്കെ ശ്രദ്ധിക്കുമായിരുന്നു. പിന്നെ അവിടെ വെച്ച് ഈ വാർഡൻ സിസ്റ്റർ ഈ ഹോസ്റ്റലിലെ എല്ലാ പ്രെയറിനും ലീഡറായിട്ട് എന്നെയാണ് ഇങ്ങനെ സെലക്ട് ചെയ്തത്. കാരണം അവിടെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നതുകൊണ്ടായിരിക്കാം അവിടെ വെച്ച് ഞാൻ പ്രാർത്ഥനയിൽ ഒത്തിരി വളർന്നു. പിന്നെ സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ചെന്നപ്പം ഇതുപോലെ എനിക്ക് ഭയങ്കര പാടായിരുന്നു ഫസ്റ്റ് കുറച്ച് 2-3 മാസങ്ങൾ. അപ്പം ആ സമയത്താണേലും ഈശോ ആയിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് പ്രാർത്ഥിച്ച് വളരാൻ ഈ ബുദ്ധിമുട്ടുകളൊക്കെ എന്നെ ഒത്തിരി സഹായിച്ചു. ഞാൻ എല്ലാ ദിവസവും നിത്യാരാധന ചാപ്പലിൽ പോയി ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ഈശോ ഇതൊന്നും എനിക്ക് പറ്റുന്നില്ല, എന്നാ ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു. ഒരു ദിവസം റൂമിൽ എനിക്കിതുപോലെ പഠനത്തിൻ്റെ ബുദ്ധിമുട്ട് മൂലം ഒത്തിരി വിഷമം വന്നു. ഞാനിങ്ങനെ ബൈബിൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റൂമിൽ വേറെ ആരും ഇല്ലായിരുന്നു. അങ്ങനെ ബൈബിൾ കെട്ടിപ്പിടിച്ച് കുറച്ച് നേരം കരഞ്ഞു കഴിഞ്ഞ് ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വചനമാണ്, അവൻ വിളിച്ചപ്പോൾ ഞാൻ അടുത്ത് വന്നു, കരയണ്ട എന്ന് അവനോട് ഞാൻ പറഞ്ഞു എന്നുള്ളൊരു സങ്കീർത്തന വചനമാണ് ലഭിച്ചത്. അപ്പോൾ അത് എന്നെ ഒത്തിരി ഇങ്ങനെ ടച്ച് ചെയ്തു. കാരണം ഞാൻ ഈശോയോട് ആ സമയത്ത് ഇങ്ങനെ കരഞ്ഞു എന്നല്ലാതെ ഞാൻ ഈശോയോട് ഒന്നും സംസാരിച്ചിട്ടില്ല. ഞാനൊന്നും പറയാതെ തന്നെ നമ്മുടെ ആവശ്യം അറിഞ്ഞ് നമ്മൾ എവിടെയായിരിക്കുന്നു അവിടേക്ക് ഓടിയെത്താൻ കഴിയുന്ന, മറ്റ് തടസ്സങ്ങളൊന്നും കൂടാതെ ഓടിയെത്താൻ കഴിയുന്ന ഒരു ദൈവം കൂടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു അനുഭവം അത് എനിക്ക് ഒത്തിരി സമ്മാനിച്ചു. പിന്നെ ട്രിവാൻഡ്രത്തായിരുന്ന സമയത്ത് ഡാനിയേൽ അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കുമായിരുന്നു. അപ്പോൾ ഡാനിയേൽ അച്ഛൻ്റെ ഒരു ടോക്കിൽ അച്ഛൻ ഒരിക്കൽ പറഞ്ഞു, ഞായറാഴ്ച ദിവസങ്ങൾ സാബത്തായിട്ട് അത് വളരെ സ്ട്രിക്റ്റായിട്ട് ആചരിക്കുകയാണെങ്കിൽ അത് ജീവിതത്തിൽ വളരെ ബ്ലെസ്സിങ് ആയിരിക്കും എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പം അതെനിക്ക് ഒത്തിരി ടച്ചിങ് ആയി തോന്നി. അങ്ങനെ ആ ഒരു വർഷം സൺഡേ ഞാൻ ഇങ്ങനെ സെക്കുലർ സ്റ്റഡീസ് ഒന്നും നടത്തുകയില്ല, റിലീജിയസ് സ്റ്റഡീസ് മാത്രമേ ചെയ്യുള്ളൂ, കൂടുതൽ സമയം ഈശോയുടെ കൂടെ ഇരിക്കും എന്നുള്ളൊരു തീരുമാനം എടുത്തു. ആ ഒരു തീരുമാനമായിരുന്നു എൻ്റെ ലൈഫിലെ ട്വിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സൺഡേസിൽ രാവിലെ കുർബാന കഴിഞ്ഞാൽ പിന്നെ ഉച്ചവരെ നിത്യാരാധന ചാപ്പലിലിരിക്കും. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് മാത്രമാണ് തിരിച്ചു വരുന്നത്. ഈശോയുടെ അടുത്തിരുന്ന ആ സമയത്ത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അത്രയും മണിക്കൂറുകൾ ഈശോയുടെ അടുത്ത് അങ്ങനെ കണ്ടിന്യൂസ് ഇരിക്കുന്നത്. അപ്പം എനിക്ക് അനുഭവപ്പെട്ടൊരു കാര്യമാണ്, ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലേസർ ട്രീറ്റ്മെൻറ്റിന് പോകുന്നത് പോലെയാണ്. കാരണം ആ ദിവ്യകാരുണ്യത്തിൽ നിന്നുള്ള ആ രശ്മികൾ നമ്മളെ ശരിക്കും രൂപാന്തരപ്പെടുത്തും. നമ്മളവിടെ ഇരിക്കുന്ന ആളായിരിക്കുകയല്ല പുറത്തോട്ട് ഇറങ്ങി വരുന്നത്. ഞാൻ പോലും അറിയാതെ കർത്താവ് എന്നെ കർത്താവിൻ്റേതായി മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഒത്തിരി കുഞ്ഞു ഇൻസിഡൻസുകൾ എൻ്റെ ജീവിതത്തിലുണ്ടായി. അതിനകത്തെ ഒരു ഇൻസിഡൻ്റാണ് ജസ്റ്റിസ് കുര്യൻ ജോസഫിൻ്റെ ഒരു ടോക്ക് ഞാൻ കേൾക്കാനിടയായി. അപ്പോൾ അദ്ദേഹം കൂടെ ഉരുവിട്ടുകൊണ്ടിരുന്ന ഒരു സുഹൃദേവമുണ്ട്. അതായത്, എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ, ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ്, അമ്മ എന്നെ പൂർണ്ണമായും ഈശോയുടേതാക്കി മാറ്റണമേ. ഈ ഒരു സുഹൃദേവ് വരുന്നത്, ഈ സുഹൃദേവ് എന്നെ ഒത്തിരി ടച്ച് ചെയ്തു. അപ്പം ഞാനത് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ഇതിൻ്റെ അർത്ഥം അറിയാതെ തന്നെയാണ് ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എന്നെ പൂർണ്ണമായി ഈശോയുടേതാക്കി മാറ്റണമെന്ന് പറയുമ്പം അതിന് സന്യാസത്തിലേക്കൊരു അർത്ഥമുണ്ട്. പക്ഷെ ആ സമയത്ത് അങ്ങനെ ഒരു അർത്ഥമൊന്നും അറിയാതെയാണ് ഞാനതിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നത്.
അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു സ്റ്റാറ്റസിൽ ആ സ്റ്റാറ്റസ് വീഡിയോയിൽ ഒരു കുഞ്ഞു ക്ലിപ്പ്, ഒരു സോങ്ങിൻ്റെ ഒരു കുഞ്ഞു ക്ലിപ്പ്, ആ ഒരു ക്ലിപ്പ് എന്നെ, ആ ഒരു പാട്ട് എന്നെ ഒത്തിരി ഇങ്ങനെ, ആ ഒരു പാട്ട് എന്നെ എങ്ങനെയൊക്കെ അട്രാക്റ്റ് ചെയ്തു. ഞാനത് പഠിച്ചു. അപ്പോൾ ആ പാട്ട് ഞാനിങ്ങനെ പാടി നടക്കുമായിരുന്നു. ക്രൈസ്റ്റ് ഈസ് മൈ റിവാർഡ് എന്ന് പറഞ്ഞിട്ടൊരു പാട്ടാണ്, ഒരു ഇംഗ്ലീഷ് പാട്ട്. അപ്പോൾ ആ പാട്ടിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, നോ ടേണിംഗ് ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ പാട്ട് പാടുമ്പോഴാണേലും ഇങ്ങനെ സിസ്റ്റർ ആവണം എന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ അപ്പോഴും ഇല്ല. പക്ഷേ ഈ പാട്ട് ഞാൻ അറിയാതെ തന്നെ എന്നെ അത് ഒത്തിരി അട്രാക്റ്റ് ചെയ്തു. ഞാനതിങ്ങനെ എപ്പോഴും പാടി നടക്കുമായിരുന്നു. തിരുവനന്തപുരത്തായിരുന്നപ്പോഴും വീട്ടിൽ വരുമ്പോഴാണ് ഞാനതിങ്ങനെ ഉറക്കെ പാടി നടക്കും. അപ്പോൾ എൻ്റെ പപ്പ എന്നോട് ചോദിക്കുമായിരുന്നു, നീ ഇത് അർത്ഥം അറിഞ്ഞാണ് ഈ പാട്ടൊക്കെ പാടുന്നതെന്ന്. അപ്പോൾ ഞാനതൊക്കെ വെറുതെ ചിരിച്ച് തള്ളിവിട്ടു. അപ്പോഴൊന്നും എനിക്കിങ്ങനെ സിസ്റ്റർ ആവണമെന്ന് ആഗ്രഹം തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ ഈശോ ആയിട്ട് കമ്പനിയാണ്, ഈശോ ആയിട്ട് അപ്പം ഞാൻ നല്ല കമ്പനിയാണ്. ഈശോയോട് നമ്മൾ സംസാരിക്കും, നടന്നു പോകുന്ന വഴിക്കൊക്കെ ഈശോയോട് സംസാരിക്കും. അങ്ങനെ ഈശോയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്ന സമയത്ത് പണ്ട് മുതലുള്ള ലൈഫിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചപ്പം കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് വന്നു. സങ്കീർത്തന വചനത്തിൽ പറയുന്ന പോലെ എനിക്ക് അപ്രാപ്യമായ പാറമേൽ അവിടെ നിന്ന് എന്നെ കയറ്റി നിർത്തി. ഇപ്പം RDക്ക് പോയതോ അല്ലെ യൂണിവേഴ്സിറ്റി റാങ്ക് കിട്ടിയതോ അതൊന്നും എൻ്റെ കഴിവ് കൊണ്ടല്ലായിരുന്നു. എൻ്റെ ബലഹീനതയെക്കുറിച്ച് ഒന്നാമത് എനിക്ക് നന്നായിട്ട് ബോധ്യം ലഭിച്ചു. ഈ അത്ഭുതങ്ങളെല്ലാം ജീവിതത്തിൽ സംഭവിച്ചത് കർത്താവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണെന്ന് എനിക്ക് തോന്നി. ഈശോയ്ക്ക് എന്നോടൊരു പ്രത്യേക സ്നേഹമുണ്ടെന്ന് എനിക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ ഒരു ഞായറാഴ്ച കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഞായറാഴ്ച ആവാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരവസ്ഥ. ബാക്കി തിങ്കൾ തൊട്ട് ശനി വരെ ഞാൻ ജീവിക്കുന്നത് ഞായറാഴ്ച എന്നുള്ള ഒരു ദിവസത്തിന് വേണ്ടിയാണ്. എൻ്റെ ജീവിതത്തിൽ അതുവരെ അനുഭവിച്ചിട്ടില്ലാത്തത്ര ഒരു സംതൃപ്തിയും സന്തോഷവും ആ സമയത്ത്, ഈശോയുടെ അടുത്തിരിക്കുന്ന ആ സമയത്ത് എനിക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ അവിടെ വെച്ച് ആ ഒരു സ്റ്റേജിലാണ് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം ആദ്യമായിട്ട് തോന്നുന്നത്. അങ്ങനെ ഒരു ഞായറാഴ്ച ഞാൻ ഈശോയോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഈശോയെ, ഐ ലവ് യു സോ മച്ച്. എൻ്റെ ഈശോയെ, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ നിൻ്റേതാക്കി മാറ്റണേ, അതിന് നീ എനിക്കൊരു ഉത്തരം തരണമെന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച് വചനം എടുത്തു. അങ്ങനെ എനിക്കൊരു കൺഫർമേഷൻ കിട്ടിയില്ല. ഈശോ ഇത് ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കൺഫർമേഷൻ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ആ സമയത്ത് ഞാൻ മമ്മിയോട് ഇങ്ങനെ പറഞ്ഞു, മമ്മി, എനിക്ക് സിസ്റ്റർ ആവണം എന്നൊരു ആഗ്രഹം ഇടയ്ക്ക് തോന്നുന്നുണ്ട്, പക്ഷേ ഇത് സത്യമാണോ എന്ന് എനിക്കറിയത്തില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പം മമ്മി പറഞ്ഞു, നിൻ്റെ ലൈഫാണ്, നീ തീരുമാനിച്ചോ, ഞങ്ങളാരും അതിനകത്ത് ഒരു തടസ്സം നിൽക്കുകയില്ലെന്ന് പറഞ്ഞു. എങ്കിലും എനിക്കൊരു തീരുമാനത്തിലോട്ട് എത്താൻ പറ്റുന്നില്ലായിരുന്നു. കാരണം ഇപ്പം ചുറ്റും നടക്കുന്ന ഒത്തിരി കാര്യങ്ങൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പം എൻ്റെ കൂട്ടുകാരായിട്ടുള്ളവർ മടത്തി പോയിട്ട് ഇപ്പോൾ ഫോർമേഷൻ പൂർത്തിയാക്കാതെ തിരിച്ചു വന്നവരുണ്ടായിരുന്നു. അതുപോലെ ഇപ്പം മടത്തി പോയി കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കണമെന്ന് നമുക്കറിയാം, അല്ലേ? ഇപ്പം നടക്കുന്ന പോലെ ഇങ്ങനെ ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ഇട്ട് നടക്കാൻ പറ്റിയല്ല, ഇഷ്ടമുള്ള ചെരുപ്പുകൾ ധരിക്കാൻ പറ്റിയല്ല. അങ്ങനെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള കാലഘട്ടം. ആ സമയത്ത് ഹോസ്റ്റലുണ്ടായിരുന്ന സിസ്റ്റർ റിനിമരിയുടെ അടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു, സിസ്റ്ററെ, എനിക്ക് സിസ്റ്റർ ആവണമെന്ന് ആഗ്രഹമുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ സിസ്റ്റർ പറയാം, നീ എൻ്റെ കൂടെ പോര്, ഇങ്ങനെ അപ്പം തന്നെ സിസ്റ്റർ ഭയങ്കര വെൽക്കമിങ് ആയിട്ട് സംസാരിക്കുമെന്നായിരുന്നു എൻ്റെ ഒരു വിചാരം. പക്ഷേ സിസ്റ്റർ എന്നോട് പറഞ്ഞു, അത് നിനക്ക് ഇപ്പം അങ്ങനെയൊക്കെ തോന്നും, നിനക്ക് പഠിക്കാൻ മടിയായിട്ടാണ്. എന്നിട്ട് പിന്നെ സിസ്റ്റർ ഒരു കാര്യം കൂടെ ഇങ്ങനെ പറഞ്ഞു, ഇപ്പം നിനക്ക് ഉപേക്ഷിക്കാനൊന്നുമില്ല. സന്യാസത്തിലൂടെ വരണമെങ്കിൽ നമ്മളത് വില കൊടുത്ത് സ്വന്തമാക്കേണ്ട ഒരു കാര്യമാണ്, അല്ലാതെ അങ്ങനെ ചുമ്മാ സ്വന്തമാക്കേണ്ട കാര്യമല്ല. വില കൊടുത്ത് സ്വന്തമാക്കിയാലേ ഉള്ളൂ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അവിടെ പിടിച്ചു നിൽക്കാനും അതിൻ്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കാനും നിനക്ക് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. അത് സത്യമായിരുന്നു. എനിക്ക് ആ സമയത്ത് അത്രയും അങ്ങനെ ഉപേക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ള തരത്തിൽ ഒന്നും ആ സമയത്തില്ലായിരുന്നു. ഞാൻ വളരെ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, അത് എന്നെ ഒത്തിരി ടച്ച് ചെയ്തു. അതിനുശേഷം ഞാൻ ഒരു മാസത്തോളം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. എനിക്ക് ഈ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി, ഇങ്ങനൊരു ദൈവവിളി ഉണ്ടോ, എനിക്കിങ്ങനൊരു ദൈവവിളി ഉണ്ടോ എന്ന് കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി ഒരു മാസത്തോളം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. എങ്കിലും എനിക്ക് അങ്ങനെ ഒരു കൺഫർമേഷൻ ഒന്നും കിട്ടിയില്ല. ഞാൻ ഓർത്ത്, എനിക്കിനി ഇങ്ങനെ ഒരു ദൈവവിളി ഇല്ല, ഇതൊക്കെ എൻ്റെ തോന്നലാണോ? അങ്ങനെ ഉറക്കമൊക്കെ നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. പിന്നെ ചെയ്യുന്ന ഒരു കാര്യത്തിലും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നില്ല. പണ്ട് എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിലൊന്നും ഇപ്പോൾ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ വാട്സപ്പൊക്കെ ഉപയോഗിക്കുന്നത് നിർത്തി, അതുപോലെ കൂട്ടുകാരുടെ പുറത്ത് പോകുന്നതൊക്കെ നിർത്തി. അതിലൊന്നും എനിക്കൊരു ആനന്ദം കണ്ടെത്താൻ സാധിക്കുന്നില്ല. എനിക്ക് ആ സമയത്തെ ആകെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ആ നിത്യാരാധന ചാപ്പൽ ഈശോയോട് കൂടി ഇരിക്കുന്ന ആ ഒരു സമയമായിരുന്നു. അങ്ങനെ ഞാൻ വളരെ കൺഫ്യൂസിങ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പം മമ്മി എന്നോട് പറഞ്ഞു, നിനക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ
നീ ഒരു അട്ടപ്പാടിയിൽ ഒരു 1 ഡേ കൺവെൻഷന് ചെല്ല്, അവിടെ ചെന്ന് നീ പ്രാർത്ഥിക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്നെ അങ്ങോട്ട് വിട്ടു. അങ്ങനെ ഒരു ഏകദിന കൺവെൻഷന് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ചെന്നു. അവിടെ ചെന്ന് അവിടുത്തെ കൗൺസിലിങ്ങിന് ചെന്നപ്പം ആ സിസ്റ്ററിൻ്റെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു കൺഫ്യൂഷനുണ്ട്, സിസ്റ്റർ ആവണോ അങ്ങനെ ഒരു ആഗ്രഹം ഇടയ്ക്ക് വരുന്നുണ്ട്, പക്ഷേ ഇത് എനിക്കങ്ങനെ ഒരു വിളിയുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് വളരെ സംശയമാണെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു വചനം എടുത്തു. ആ വചനം എടുത്തപ്പോൾ കിട്ടിയ വചനഭാഗം ഇതാണ്: ഏശയ്യാ 43:1. യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത നിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. ഈ വചനമാണ് സിസ്റ്ററിന്. അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു, കൊച്ചിന് ദൈവവിളിയുണ്ട്, അതുകൊണ്ടാണ് ഈ വചനം ലഭിച്ചതെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വളരെ സംശയാലുമായിരുന്നു, ഞാനത് വിശ്വസിച്ചില്ല. കൗൺസിലിംഗ് കഴിഞ്ഞ് ഞാൻ ഈശോയോട് വഴക്കുണ്ടാക്കി. ഞാൻ 1 മാസം പ്രാർത്ഥിച്ചു, ഞാൻ എന്തേരം പ്രാർത്ഥിച്ചു, എന്നിട്ട് എനിക്കൊരു കൺഫർമേഷൻ ഈശോ തന്നില്ല. എന്നിട്ടിപ്പം ഒരു സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പം സിസ്റ്ററിന് ഈശോ കൺഫർമേഷൻ കൊടുത്തു. ഞാനത് വിശ്വസിക്കുകയില്ല, എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ് ഈശോയുടെ വഴക്കുണ്ടാക്കി. അങ്ങനെ ആ ഒരു കാര്യമേ ഞാൻ തള്ളിക്കളഞ്ഞു. അങ്ങനെ തള്ളിക്കളഞ്ഞ് തിരിച്ച് വീണ്ടും ട്രിവാൻഡ്രത്ത് വന്നു. ട്രിവാൻഡ്രത്ത് വന്നിട്ട് സിവിൽ സർവീസിൻ്റെ പ്രിലിമിനറി എക്സാം എഴുതി. റിസൾട്ട് വന്നപ്പം എക്സാം ക്ലിയർ ചെയ്തില്ല. പക്ഷേ വീണ്ടും ട്രൈ ചെയ്യണമെന്ന് തോന്നി, കാരണം ഒന്നും കൂടെ ട്രൈ ചെയ്താൽ കിട്ടുമായിരിക്കും, അങ്ങനെ ഒരു പ്രതീക്ഷ ഇങ്ങനെ വന്നു. അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് ഇങ്ങനെ പറഞ്ഞു, ഒന്നും കൂടെ ട്രൈ ചെയ്യുന്നത് എന്തായാലും നല്ലതാണ്, പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു ജോലിയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനും എക്സാം അപ്പിയർ ചെയ്യാനും പറ്റും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്നുള്ള പോസ്റ്റിലേക്കുള്ള ആപ്ലിക്കേഷൻസ് ക്ഷണിക്കുന്നു എന്നുള്ള ഒരു ഇത് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു. ഒരു 4-5 മാസം കഴിഞ്ഞപ്പം അതിൻ്റെ റിസൾട്ട് വന്നപ്പം അതിന് സെലക്റ്റഡായി അതിന് ഇൻ്റർവ്യൂവിന് പോയി. ആ ഇൻ്റർവ്യൂവും പാസ്സായി. അപ്പോൾ അങ്ങനെ കോട്ടയത്താണ് എനിക്ക് ആ ജോലി ലഭിക്കുന്നത്. അപ്പോൾ കോട്ടയത്ത് ജോലി ലഭിച്ചപ്പം ട്രിവാൻഡ്രത്ത് നിന്ന് ഞാൻ പോന്നു. ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു, കാരണം പോസ്റ്റ് ഓഫീസിലെ ജോലി എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം ഒരു 5 hours അല്ലെങ്കിൽ 6 hours വർക്ക് ചെയ്താൽ മതി, ബാക്കി സമയം നമ്മൾ ഫ്രീ ആണ്. അപ്പോൾ ആ സമയത്ത് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാമല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അതിനൊപ്പം തന്നെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റുമാണ്, കാരണം ഏത് ജീവിതാന്തസ്സ് തിരഞ്ഞെടുക്കുമെന്ന് അപ്പോഴും എനിക്കൊരു തീരുമാനമായിട്ടില്ല. ജോലി ലഭിച്ചു. അതിൻ്റെ ട്രെയിനിങ്ങിന് ശേഷം ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടതിൻ്റെ തലേ ദിവസം വൈകിട്ട് പപ്പായുടെ ഒരു പെങ്ങൾ സിസ്റ്റർ ആൻറ്റി എന്നെ വിളിച്ച് എന്നോട് ചോദിച്ചു, നിനക്ക് മടത്തി ചേരണമെന്ന് വല്ല ആഗ്രഹമുണ്ടോയെന്ന്. ഞാൻ ആൻറ്റിയോട് ചോദിച്ചു, ആൻറ്റി ഇപ്പം എന്നോട് അങ്ങനെ ചോദിക്കുന്നത്, ആൻറ്റി ചെറുപ്പത്തിൽ പോലെ എന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ആൻറ്റി പറഞ്ഞു, നിൻ്റെ പേര് എനിക്കിങ്ങനെ എപ്പോഴും മനസ്സിൽ വരുന്നു, നിനക്ക് അങ്ങനെ വല്ല ആഗ്രഹമുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി അങ്ങനെ ഒരു കൺഫ്യൂഷൻ എൻ്റെ ഉള്ളിലുണ്ട്, പക്ഷെ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റി പറഞ്ഞു, എന്നാൽ നമുക്ക് അത് പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ചൊരു തീരുമാനം എടുക്കണം, ഉടനെ എടുക്കണം എന്നിങ്ങനെ ആൻറ്റി പറഞ്ഞു. അപ്പം ആൻറ്റി വീണ്ടും ഇങ്ങനെ ഒരു ബന്ധമില്ലാതെ ആൻറ്റി ഒരു സുപ്രഭാതത്തിൽ ആൻറ്റി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് കേട്ടപ്പോൾ എനിക്കൊന്ന് ഓക്കെ, ഇത് വീണ്ടും ഒരു ദൈവനിയോഗമായിട്ട് തോന്നി. ആ സമയത്ത് ആൻറ്റിയുടെ കോൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ഒരു ജപമാല ചൊല്ലി വീട്ടിലെ വചനപ്പെട്ടിയിൽ നിന്ന് ഞാനൊരു വചനം എടുത്തു. അപ്പോൾ വചനം എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഈശോയോട് ഇങ്ങനെ പറഞ്ഞു, ഈശോയെ, അന്ന് കൗൺസിലിങ്ങിന് പോയപ്പം കിട്ടിയ ആ വചനം ഏശയ്യാ 43:1 3 തവണ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഈശോ എന്നെ വിളിക്കുന്നുവെന്ന് ഞാൻ ഉറപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വചനം എടുക്കുന്നത്. വചനം എടുത്തപ്പോൾ ആ സെയിം വചനം തന്നെയാണ് എനിക്ക് കിട്ടിയത്. ആ വചനം കിട്ടിയപ്പം സത്യം പറഞ്ഞാൽ ഞാൻ വിറച്ചുപോയി. കാരണം ഇനിയിപ്പം എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനായി. നാളെ ജോലിക്ക് ജോയിൻ ചെയ്യണം, ഇനിയിപ്പോൾ ജോലിക്ക് പോകാതിരിക്കാൻ പറ്റുമോ, എന്ത് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഒരു കൺഫ്യൂഷൻ.
എങ്കിലും ഞാൻ ഓർത്തു, ഓക്കെ 3 തവണയെന്നാണല്ലോ പറഞ്ഞത്, ഇനി 2 തവണയും കൂടെ കൺഫർമേഷൻ കിട്ടണമല്ലോ എന്നൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഞാൻ ജോലിക്ക് പോയി. 2ാമത്തെ ആഴ്ച വീണ്ടും പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ വീട്ടിലും പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അവരെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു തീരുമാനത്തിലോട്ട് എത്താൻ വേണ്ടി. 2ാമത്തെ ആഴ്ച പ്രാർത്ഥിച്ചു, വചനം എടുത്തപ്പം ബൈബിൾ തുറന്നാണ് വചനം എടുത്തത്. അപ്പോഴേ ഈ സെയിം അധ്യായം തന്നെയാണ് എനിക്ക് ലഭിക്കുന്നത്, ഈ സെയിം വചനം തന്നെയാണ് ബൈബിൾ തുറക്കുമ്പോഴേ കാണുന്നത്. അപ്പോൾ ഈശോ ഇത് ആഗ്രഹിക്കുന്നു, ഇത് ഈശോയുടെ ഇഷ്ടമാണെന്ന് ഒന്നും കൂടെ ഒരു കൺഫർമേഷൻ ആയിരുന്നു അത്. 3ാമത്തെ ആഴ്ചയിലും ബൈബിൾ തുറന്നപ്പോൾ ഈ സെയിം വചനം തന്നെ ലഭിച്ചു. യു ആർ മൈൻ എന്ന് പറഞ്ഞ് കർത്താവ് വിളിച്ചു. അത് എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. ഈശോയുടേതായി ജീവിക്കുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണെങ്കിൽ പോലും ഈ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യുന്നുള്ളത് എനിക്ക് പേടിയുള്ള കാര്യവുമായിരുന്നു. എങ്ങനെ റിസൈൻ ചെയ്യുവാണെന്ന് പറയും. ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്ത് 1 മന്ത് പോലും കംപ്ലീറ്റ് ആക്കിയില്ല. അതിന് മുമ്പ് എങ്ങനെ റെസിഗ്നേഷൻ കൊടുക്കും എന്നുള്ളത് എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമായിരുന്നു. അങ്ങനെ ഈശോയോട് വീണ്ടും ഇങ്ങനെ അടയാളം ചോദിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്നു. അപ്പോൾ കർത്താവ് വീണ്ടും ഒരു കൺഫർമേഷൻ തന്ന് അങ്ങനെ ഇതുതന്നെയാണ് കർത്താവിൻ്റെ ആഗ്രഹമെന്ന് അവിടുന്ന് ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മമ്മിയെയും കൂട്ടിപ്പോയി റിസൈൻ ചെയ്തു. അത് കഴിഞ്ഞായിരുന്നു കൂടുതൽ രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പം അത് ചിന്തിക്കുമ്പോൾ രസകരമാണെങ്കിൽ പോലും, കാരണം ഇത് അറിഞ്ഞവർക്കെല്ലാം ഇത് വളരെ അത്ഭുതകരമായിരുന്നു. എല്ലാവരും ചോദിച്ചു, ഇപ്പോൾ ആൻറ്റിമാരൊക്കെ ചോദിച്ചു, നിനക്ക് മടത്തി പോകണമെന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ പോകാമായിരുന്നല്ലോ, എന്തിനാണ് ഇപ്പോൾ പോകുന്നത്? അതുപോലെ കുറേ പേര് പപ്പയും മമ്മീനെയും കുറ്റം പറഞ്ഞു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആരെങ്കിലും പിള്ളേരെ മടത്തി വിടുമോ? പിന്നെ ഞാനിപ്പോഴും ഓർക്കുന്നത്, ഞങ്ങളുടെ അടുത്തുള്ളൊരു ചേച്ചി ഹൈന്ദവ ചേച്ചിയാണ്. ചേച്ചി എന്നോട് ചോദിക്കുകയാണ്, ഇപ്പം മടത്തി പോകുന്നതൊക്കെ സേഫാണോ? സിസ്റ്റേഴ്സൊക്കെ ഇപ്പോൾ സേഫാണോ അകത്ത്? കാരണം അത്തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് ആ സമയത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെയൊക്കെ ചോദിച്ചത്. അതുപോലെ കൂട്ടുകാർ ചോദിച്ചു, നിനക്ക് എന്നാ ഭ്രാന്താണോ, എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അങ്ങനെ. പക്ഷേ കർത്താവിൽ നിന്ന് കൺഫർമേഷൻ കിട്ടിയതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും എന്നെ അഫക്റ്റ് ചെയ്തില്ല എന്ന് തന്നെ പറയാം. മടത്തി പോകണം എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പിച്ചു. ഞാനത് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ജസ്റ്റ് ഈശോയുടെ ഒരു കൺഫർമേഷൻ ആയിരുന്നു ആവശ്യം ഉണ്ടായിരുന്നത്. അത് കിട്ടുകയും കൂടെ ചെയ്തപ്പം പിന്നെ ഇത്തരം കാര്യങ്ങളൊന്നും എന്നെ അങ്ങനെ എനിക്കൊരു പ്രതിബന്ധമായി തോന്നിയില്ല. പിന്നെ വീട്ടിൽ നിന്നാണേലും പപ്പായും മമ്മിയും സപ്പോർട്ടീവായിരുന്നു. അവരെന്നെ എതിർത്ത് ഒന്നും പറഞ്ഞില്ല. കാരണം അവർ രണ്ടുപേരും നന്നായി പ്രാർത്ഥിക്കുന്നവരായിരുന്നു. പിന്നെ പപ്പായ്ക്ക് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. പപ്പായ്ക്ക് കുറച്ച് വിഷമം കൂടുതലുണ്ടായിരുന്നു എന്ന് വേണം പറയാം. പപ്പ എന്നോട് ചോദിച്ചു, നീ എന്നാ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്? കുഞ്ഞിലെ പോലെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പപ്പയോട് പറഞ്ഞു, അപ്പോൾ 1 വർഷമായിട്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഒരു തീരുമാനത്തിലോട്ട് എത്താനുള്ളൊരു താമസമാണ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു. അതുപോലെ ആ സമയത്ത് എൻ്റെ ചേട്ടായി പറഞ്ഞൊരു കാര്യം, അത് ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നൊരു കാര്യമാണ്. ചേട്ടൻ എന്നോട് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റർ ആവാൻ ആഗ്രഹിക്കുന്നുള്ളത്, അതിൻ്റെ റീസണുകൾ നീ ഒരു പേപ്പറിൽ എഴുതി തരാൻ പറഞ്ഞു. ഞാനിപ്പോൾ കുറേ റീസൺസ് ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്തു. അതിൽ നിന്ന് ചേട്ടായി ആ വ്രതം ചെയ്യിക്കുന്ന അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്നുള്ള 3 കാര്യവും ചേട്ടായി ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് പറഞ്ഞു, ഇത് ഭയങ്കര പവർഫുള്ളാണ്, ഇത് നിനക്ക് ജീവിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നീ പൊക്കൂ. പിന്നെ ചേട്ടാ അതിന് ശേഷം ഒരു ഡയലോഗും കൂടെ പറഞ്ഞു, അതായത് മടത്തി പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷേ വിശുദ്ധയാകാമെന്നുണ്ടെങ്കിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. ചേട്ടായി അത് പറയുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഞാനും ചേട്ടായും തമ്മിൽ ജസ്റ്റ് 1.5 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ചേട്ടായി അത് പറഞ്ഞപ്പം അത് ചേട്ടായി പറഞ്ഞായിട്ടല്ല, അത് കർത്താവിൻ്റെ ഒരു ആഗ്രഹമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പം ഈ സന്യാസം എന്ന് പറയുന്നത് ശരിക്കും വിശുദ്ധിയിലേക്കുള്ള ഒരു വളരെ സേഫായിട്ടുള്ളൊരു പാതയാണെന്ന് പറയാം. എല്ലാവരും വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. സന്യാസ ജീവിതാവസ്ഥ എന്ന് പറയുന്നത് വിശുദ്ധിയിലേക്കുള്ള നമ്മുടെ ജീവിതത്തെ അത് സ്പീഡപ്പ് ചെയ്യും. കാരണം അതിനുള്ള എല്ലാ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസും ഇവിടെയുണ്ട്. ഇപ്പം നമ്മളൊരു പ്ലെയിനിൽ കയറുകയാണെങ്കിൽ അതിൻ്റെ റൂൾസ് അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ എന്തായാലും നമുക്ക് ഡെസ്റ്റിനേഷനിൽ ചെല്ലാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ സന്യാസത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ എന്തായാലും വിശുദ്ധരാവാൻ നമുക്ക് സാധിക്കും. പിന്നെ നമുക്കിങ്ങനെ തോന്നും, ആ സമയത്ത് വന്ന ഒരു തോട്ടായിരുന്നു, അതായത് സിസ്റ്റേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ പുറത്തുള്ള ആൾക്കാരും ചെയ്യുന്നുണ്ട്, നമുക്ക് നന്മകൾ ചെയ്യാൻ അവസരമുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും പ്രതീക്ഷിക്കാതെ ജീവിക്കാൻ പുറത്തുള്ളവർക്കും പറ്റും, അതിന് സിസ്റ്റർ ആവണം നിർബന്ധമില്ല. ഇതിൽ നിന്നൊക്കെ സന്യാസത്തെ മാറ്റി നിർത്തുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് അനുസരണമാണ്. കാരണം ഈശോയുടെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈശോ 33ാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാം പൂർത്തിയായിരിക്കുന്നു. ആ ഒരു സാറ്റിസ്ഫാക്ഷനിലൂടെയാണ് ഈശോ മരിക്കുന്നത്. അപ്പം ഈശോയുടെ ജീവിതകാലത്തിൽ ഈശോ പറയുന്നുണ്ട്, പിതാവ് പറഞ്ഞതല്ലാതെ അതിൻ്റെ അപ്പുറം ഒന്നും ഈശോ ചെയ്തിട്ടില്ല. അനുസരണത്തിലൂടെയാണ് ഈശോ ഈ മനുഷ്യരക്ഷ മുഴുവൻ സാധിച്ചത്. അനുസരണത്തിലൂടെയാണ് ഈശോ ഈ ഭൂമിയിലെ ലൈഫ് ഇത്ര സൂപ്പറായിട്ട് ജീവിച്ചത്.
അപ്പൻ എന്താണോ പറഞ്ഞത് അത് മാത്രമേ ചെയ്തുള്ളൂ. ഈശോ ലൈഫ് തുടങ്ങുന്നത് തന്നെ അത് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക എന്നത് ഉചിതമാണെന്ന്. ആ സർവ്വനീതിയും പൂർത്തിയാക്കിയതിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് ഈശോയുടെ മരണത്തിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ സന്യാസത്തിൻ്റെയും മഹത്വം എന്ന് പറയുന്നത് അതിൻ്റെ അനുസരണമാണ്. സന്യാസത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു നന്മ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, ഒരുപക്ഷെ നമുക്കതിനൊരു പ്രൊസീജിയറുണ്ട്, ഒരു ഹൈറാർക്കി ഉണ്ട്. ഒരുപക്ഷെ അത് ചോദിച്ചു വരുമ്പം അത് ചെയ്യണ്ടെന്ന് ഒരുപക്ഷെ പറഞ്ഞേക്കാം. എങ്കിൽ പോലും അത് അനുസരണത്തിലൂടെ അത് വരുമ്പോൾ അത് കൂടുതൽ മഹത്തരമാകുന്നു. പിതാവ് കൽപ്പിച്ചത് മാത്രം ഈശോ ചെയ്തു. അതുപോലെ പിതാവിൻ്റെ സ്ഥാനത്ത്, ദൈവത്തിൻ്റെ സ്ഥാനത്താണ് നമ്മൾ നമ്മുടെ അധികാരികളെ കാണുന്നത്. അവർ കൽപ്പിക്കുന്നത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അനുസരണം എന്ന പാതയാണ് സന്യാസത്തെ ഏറ്റവും കൂടുതൽ സേഫ് ആക്കുന്നതും ഏറ്റവും കൂടുതൽ ഗ്ലോറിഫൈഡ് ആക്കുന്നതും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ സന്യാസത്തിലേക്ക് വന്നു. അതിനുശേഷം ഏത് കോൺഗ്രിഗേഷനിൽ പോകണം എന്നായിരുന്നു എൻ്റെ അടുത്ത കൺഫ്യൂഷൻ. എവിടെ പോകണം? അവൻ ചെറുതായിട്ട് പ്രസംഗമൊക്കെ പറയുന്ന ശീലം ഉണ്ടായിരുന്നതുകൊണ്ട് MSMA കോൺഗ്രിഗേഷനിൽ പോകണം എന്നുള്ള ഇങ്ങനെ ഒരു സജഷൻ സിസ്റ്റേഴ്സ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവരുടെ ഹൗസിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു. അവിടെ ചെന്നപ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടാത്തതായിട്ട് അവിടെ ഒന്നും ഇല്ലായിരുന്നു. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു, പക്ഷെ എൻ്റെ ഉള്ളിൽ എനിക്കൊരു സന്തോഷത്തിൻ്റെ കുറവ്, എന്തോ ഒരു കുറവ് പോലെ ഇങ്ങനെ അനുഭവപ്പെട്ടു. അപ്പം എൻ്റെ ഉള്ളിൽ CMCയിൽ ചേരണം എന്നൊരു ആഗ്രഹം അപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച സിസ്റ്റർ റിനി മരിയയുടെ കൂടെ ഒരു ദിവസം ഞാനിങ്ങനെ ഒരു യാത്രയ്ക്ക് പോയപ്പം കർമ്മല മാതാവിൻ്റെ രൂപം കണ്ടപ്പം സിസ്റ്റർ ഉടനെ പറഞ്ഞു, മാതാവ് ഇട്ടേക്കുന്ന ആ ഉടുപ്പാണ് ഞാൻ ഇട്ടേക്കുന്നതെന്ന്. അത് ഈ ഉടുപ്പിനെ സ്നേഹിക്കാനും ഈ സഭയെ സ്നേഹിക്കാനും അതെനിക്കൊരു കാരണമായി. മാതാവിൻ്റെ ഉടുപ്പ് തന്നെ ധരിക്കുക എന്നുള്ളത് പറയും. അപ്പം അങ്ങനെ CMC ചേരണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഈശോയുടെ ഇഷ്ടം എന്താണെന്ന് അറിയണമല്ലോ. അപ്പോൾ അത് എങ്ങനെ അറിയാം എന്നുള്ളൊരു ഇതിനായി ഞാൻ കുറിയിടുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നത് ഇതുപോലെ തന്നെ എസ് ലോഡ് എന്നുള്ള ഈ എപ്പിസോഡ് കണ്ടതിലൂടെയാണ്. അത് കണ്ടപ്പോൾ ഒരച്ഛൻ തൻ്റെ കോൺഗ്രിഗേഷൻ തിരഞ്ഞെടുത്തത് കുറിയിട്ട് തീരുമാനിച്ചാണെന്ന് കണ്ടു. അപ്പോൾ അതനുസരിച്ച് ഞാനും ഇതുപോലെ CMC അതുപോലെ മറ്റ് 2-3 കോൺഗ്രിഗേഷനും കൂടെ കുറി എഴുതിയിട്ട് പ്രാർത്ഥിച്ച് കുറിയിട്ടപ്പോൾ CMC എന്നുള്ളതാണ് കിട്ടിയത്. അങ്ങനെ ഞാൻ CMCയിൽ വന്നു. CMCയിൽ ഇവിടെ ഈ പ്രൊവിൻഷ്യൽ ഹൗസിലോട്ടാണ് ഫസ്റ്റ് ഞാൻ വരുന്നത്. അപ്പോൾ സാധാരണ ഞാൻ വീട്ടിൽ നിന്ന് മാറി ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ പോകുമ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒത്തിരി ഇങ്ങനെ സങ്കടം വരും, വീട്ടുകാരെ മിസ് ചെയ്യും. പക്ഷെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ ഫസ്റ്റ് ഡേ ഇവിടെ വന്ന് വീട്ടിൽ നിന്ന് അവരെല്ലാവരും തിരിച്ചു പോയപ്പം എനിക്ക് ഒട്ടും സങ്കടം വന്നില്ല, ഞാൻ കരഞ്ഞേ ഇല്ലെന്നുള്ളതാണ്. നമ്മൾ ആയിരിക്കേണ്ടടുത്ത് നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു സമാധാനവും ഒരു സന്തോഷവും ഒക്കെ ഇവിടെ വന്നിട്ട് ഞാൻ അനുഭവിച്ചു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ വരേണ്ട സ്ഥലം തന്നെ ആയിരുന്നു എന്ന്. പിന്നെ ഇവിടുത്തെ ഏകാന്തതയും പ്രാർത്ഥനയും എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഫോർമേഷൻ കാലഘട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഫോർമേഷൻ കാലഘട്ടത്തിൽ മഠത്തിൽ നിന്ന് തിരിച്ചു പോകണമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതെനിക്ക് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം പലപ്പോഴും എനിക്കുണ്ടായിട്ടുണ്ട്. ഇതെങ്ങനെ ജീവിക്കും? കാരണം ഈ സന്യാസത്തിൻ്റെ വ്രതങ്ങളോട് വിശ്വസ്തപൂർവ്വം ജീവിക്കാൻ എത്രമാത്രം എനിക്ക് പറ്റും എന്നുള്ളൊരു പേടി എനിക്ക് എപ്പോഴും ഉണ്ടാവുമായിരുന്നു. പിന്നെ ചിലപ്പം ഇങ്ങനെ നമുക്ക് സംസാരിക്കാൻ, ഇതൊന്ന് ഷെയർ ചെയ്യാൻ കർത്താവ് ഉണ്ടല്ലോ എന്നുള്ളൊരു പ്രത്യാശയാണ് ഫോർമേഷൻ കാലഘട്ടത്തിൽ എന്നെ പിടിച്ചു നിർത്തിയത് എന്ന് പറയാം. ജീവിതത്തിൽ തെറ്റിദ്ധാരണകൾ മനുഷ്യർ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാം. പക്ഷേ കർത്താവ് നമ്മളെ ഒരിക്കലും തെറ്റിദ്ധരിക്കുകയില്ല. നമ്മൾ ഒരാളോട് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര പാടാണ് ഒരാളെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ. പക്ഷേ ഈശോയുടെ അടുത്ത് പോയിരുന്നാൽ നമ്മളൊന്നും മിണ്ടിയില്ലേലും ഈശോ അതെല്ലാം മനസ്സിലാക്കും. കർത്താവിനെ പോലെ മനുഷ്യനെ മനസ്സിലാക്കുന്ന, എൻ്റെ വികാരങ്ങളും എൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങൾ പോലും അറിഞ്ഞിട്ടും കർത്താവ് എന്നെ സ്നേഹിക്കുന്നല്ലോ, ഇത്തരം ബോധ്യങ്ങളാണ് ഈ ഫോർമേഷൻ കാലഘട്ടം സന്തോഷത്തോടെ പൂർത്തിയാക്കാൻ സഹായിച്ചത്. എൻ്റെ നോവിഷ്യേറ്റ് കാലഘട്ടത്തിലാണ് ഈശോയായിട്ട് ഏറ്റവും അടുത്ത ബന്ധത്തിലേക്ക് വരുന്നത്. നോവിഷ്യേറ്റ് കാലഘട്ടത്തിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ ഫാമിലി ആയിട്ടോ അല്ലെ മറ്റ് പുറം ലോകമായിട്ട് നമുക്ക് ഒരു ബന്ധവും ഇല്ല. ആ സമയത്ത് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഈശോയുടെ അടുത്ത് ഫസ്റ്റ് പറയുക എന്നുള്ളൊരു ഒരു അനുഭവത്തിലേക്ക്, അത്രയ്ക്കൊരു സ്നേഹബന്ധത്തിലേക്ക് ആ സമയത്താണ് വരുന്നത്. പിന്നെ വെസ്റ്റീഷന് തൊട്ട് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇൻറ്റൻസീവ് പ്രിപ്പറേഷൻ എന്ന് പറയും. ഫുൾ ടൈം നമ്മൾ ഈശോയുടെ അടുത്തിരുന്ന് നമ്മുടെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ നോക്കിക്കാണുന്ന ഒരവസരമാണ്. ആ സമയത്ത് നമ്മുടെ സന്യാസ ജീവിതത്തെ മുഴുവനും അല്ലെ ഈ വിളിയെ മുഴുവനും സൂചിപ്പിക്കുന്ന ഒരു വചനം നമ്മൾ തിരഞ്ഞെടുക്കാറുണ്ട്.
ഞാൻ തിരഞ്ഞെടുത്ത വചനം എന്ന് പറയുന്നത് ലൂക്ക 19:34 കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. ഈശോയുടെ ജെറുസലേം പ്രവേശനത്തെ സമയത്ത് കഴുതക്കുട്ടിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശിഷ്യന്മാരെ പറഞ്ഞു വിടുമ്പോൾ ഈശോ പറഞ്ഞു കൊടുക്കുന്ന വചനമാണത്. കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. എൻ്റെ ബലഹീനതകൾ ഏറെ ഉണ്ടായിട്ടും ഇത്രയും മഹത്തരമായൊരു വിളിയിലേക്ക് എന്നെ വിളിച്ചത് അത് കർത്താവിന് എന്നെക്കൊണ്ട് ഉള്ളതുകൊണ്ടാണെന്ന് ആ ഒരു സമയത്ത് എനിക്ക് കൂടുതൽ ബോധ്യപ്പെട്ടു. പിന്നെ കഴുതക്കുട്ടിയുടെ ജീവിതം അർത്ഥപൂർണമായത് ഈശോയെ സമ്മതിച്ചപ്പോഴാണ്. അതുവരെ ഒരു വഴിവക്കിൽ ആരും ശ്രദ്ധിക്കപ്പെടാതെ നിന്ന ഒരു കഴുതക്കുട്ടിയായിരുന്നു. ഈശോ അതിൻ്റെ ലൈഫിലോട്ട് വന്നപ്പം അതിൻ്റെ ലൈഫ് നേരെ മറിഞ്ഞ് മറ്റൊരു ലെവലിലേക്ക് അത് മാറുകയായിരുന്നു. എന്ന് പറഞ്ഞ പോലെ തീരെ ബലഹീനമായ എൻ്റെ ഒരു ലൈഫിലേക്ക് ഈശോ വന്നപ്പം, ഈശോയുടെ ഒരു ടച്ച് വന്നപ്പോഴാണ് എൻ്റെ ലൈഫ് മാറിയത്. ആ ഒരു റീസൺ കൊണ്ടാണ് ഈ ഒരു വചനം എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പിന്നെ വെസ്റ്റീഷൻ നടന്നത് 2024 ഏപ്രിൽ മാസം 27 ആ വെസ്റ്റീഷന് മുമ്പുള്ള ദിവസങ്ങളെല്ലാം കർത്താവിന് വേണ്ടി നന്നായിട്ട് ഒരുങ്ങാനും കൊച്ചുത്രേസ്യ പുണ്യവതിയൊക്കെ ചെയ്തതുപോലെ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ നവമാലിക ഞാൻ വായിക്കുമായിരുന്നു. ആ ഒരു ബുക്ക് ഈ ഒരു പ്രത്യേക ദിവസത്തിന് വേണ്ടി ഏറ്റവും നന്നായിട്ട് ഒരുങ്ങാൻ വേണ്ടി ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് വിശുദ്ധിയായ ഒരു വലിയ വിശുദ്ധിയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. അപ്പോൾ അതുപോലെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സംഭവങ്ങളെല്ലാം കർത്താവിന് വേണ്ടി കാഴ്ചവെച്ച് നന്നായിട്ട് ഇതിനു വേണ്ടി ഒരുങ്ങാൻ ഒത്തിരി ആ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതം ഒത്തിരി സഹായകരമായി. ഞങ്ങളുടെ വെസ്റ്റീഷൻ നടന്നത് കാഞ്ഞിരപ്പള്ളി മഠത്തിൽ വെച്ചാണ്. ആ കാഞ്ഞിരപ്പള്ളി മഠത്തിൽ വെച്ച് കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കപ്പിതാവാണ് പിതാവിൻ്റെ മുമ്പിൽ വെച്ചാണ് നമ്മൾ വ്രതവാഗ്ദാനം നടത്തിയത്. ആ വ്രതവാഗ്ദാന ദിവസം ജീവിതത്തിലെ എല്ലാവരെയും പോലെ തന്നെ ഏറ്റവും സന്തോഷകരമായൊരു ദിവസമായിരുന്നു. ഈ സഭാവസ്ത്രം കൈ കിട്ടിയപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് ഇങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണെന്ന് പറയാം. ജീവിതത്തിൽ അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വളരെ ലൈറ്റായി ഇങ്ങനെ ഞാൻ വളരെ ലൈറ്റായി തീർന്നതായിട്ട് എനിക്കപ്പോൾ തോന്നി. ഇങ്ങനെ പറന്ന് നടക്കാൻ പറ്റുന്ന തരത്തിൽ അതുപോലെ അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അതുപോലൊരു ഫീലായിരുന്നു. കർത്താവിൻ്റെ സ്വന്തമായി തീർന്നതിൻ്റെ ഒരു ആനന്ദം അന്നത്തെ ദിവസം മുഴുവനും അനുഭവിക്കാൻ സാധിച്ചു. സന്യാസത്തിൻ്റെ ഒരു ആനന്ദം എന്ന് പറയുന്നത് അത് കൂടെയുള്ളവൻ്റെ കൂടെ ആയിരിക്കുന്നതിൻ്റെ ഒരു ആനന്ദമാണ്. ഈശോയുടെ കൂടെ ആയിരിക്കുമ്പം ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിനും നമുക്ക് അർത്ഥം കണ്ടെത്താൻ പറ്റും. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ തകർക്കാൻ ആർക്കും പറ്റിയല്ല എന്ന് പറയുന്ന പോലെ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്ന ഒരു മനുഷ്യനെ തകർക്കാൻ ആർക്കും സാധിക്കുകയില്ല. വിജയങ്ങൾക്ക് മാത്രമല്ല പരാജയങ്ങൾക്കും അപ്പം നമുക്ക് അർത്ഥം കണ്ടെത്താൻ സാധിക്കും. സന്യാസ ജീവിതം എന്ന് പറയുന്നത് ശരിക്കും ഒരു യാത്രയാണ്. അത് ഒരു വിശുദ്ധിയിലേക്കുള്ള യാത്രയാണ്. ആ യാത്രക്കിടയിൽ നമ്മൾ കുരിശുപള്ളികൾ കാണാറുണ്ടല്ലേ എന്ന് പറഞ്ഞ പോലെ സന്യാസ ജീവിതയാത്രയിലും നമുക്ക് ഓരോ ദിവസവും നമുക്ക് ചില കുരിശുപള്ളികൾ കാണാറുണ്ട്. ദൈവത്തിൻ്റെ സ്മരണ നമ്മൾക്ക് ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തി തരുന്ന അത് വിസിത്തകളാകാം, ഒരുമിച്ചുള്ള സമൂഹ പ്രാർത്ഥനകളാകാം. ഈ പ്രാർത്ഥനകളുടെ സമയത്തും ഈ വിസിത്തയുടെ സമയത്തുമൊക്കെ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും പരാതികളും പരാജയങ്ങളും സന്തോഷങ്ങളും ഒക്കെ സമർപ്പിക്കുകയാണെങ്കിൽ കർത്താവ് അതെല്ലാം ഏറ്റെടുത്തുകൊള്ളും. പിന്നെ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് നടക്കാൻ സാധിക്കും. സമർപ്പണത്തിൽ വരുന്ന പോരായ്മകളാണ് ഒരു പക്ഷേ സമർപ്പിത ജീവിതത്തിലും അതൊരു പോരായ്മയായിട്ട് വരുന്നത്. കൈ പിടിച്ചുകൊണ്ടിരിക്കാതെ അതങ്ങ് കൊടുത്താൽ മതി. കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ കൊടുക്കേണ്ട സ്ഥലത്ത് തന്നെ കൊടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നതിന് മുമ്പും ഈശോയോട് തീരുമാനം ചോദിച്ചിട്ട് ചെയ്യുക. കാരണം കർത്താവിൻ്റെ പ്ലാനിൻ്റെ അത്ര ഒന്നും നമ്മുടെ പ്ലാനുകൾ എത്തിപ്പെടുകയില്ല. നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഒരു 10 വർഷം 20 വർഷം അല്ലെങ്കിൽ കൂടിപ്പോൾ ഒരു 50 വർഷമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷേ കർത്താവിൻ്റെ പ്ലാനിങ് എന്ന് പറയുന്നത് അത് ഈ മരണത്തിന് അപ്പുറമുള്ള നമ്മുടെ ഒരു ലൈഫിനെ അത്രമാത്രം എക്സ്റ്റെൻഡ് ആയിട്ടാണ് കർത്താവ് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് പ്ലാനിങ്ങുകൾ നടത്തുന്നതിന് മുമ്പ് ഈശോയോട് ചോദിക്കുക, ഈശോയോട് ചോദിച്ച് തീരുമാനം എടുക്കുക. സന്യാസ ജീവിതം എന്ന് പറയുന്നത് ഈ മരണം കൊണ്ട് അവസാനിക്കുന്നൊരു ജീവിതമല്ല. ഈ മരണത്തിനപ്പുറം കൂടുതൽ മഹത്തരമാകുന്ന, കൂടുതൽ ഗ്ലോറിഫൈഡ് ആകുന്ന ഒരു ജീവിതമാണിത്. അതുതന്നെയാണ് ഈ ജീവിതത്തിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ എന്നെപ്പോലെ തന്നെ ഞാൻ കടന്നുപോയ ഒരു സ്റ്റേജിലൂടെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരിക്കുന്നവരോട് ഞാൻ പറയുന്ന ഒരു കാര്യമുള്ളൂ.
അങ്ങ് എടുത്തു ചാടി തീരുമാനം എടുക്കുക. എടുത്തു ചാടി തീരുമാനം എടുക്കുക എന്ന് പറയുമ്പം നമ്മൾ ഒരിക്കലും ഇരുട്ടിലേക്കല്ല എടുത്തു ചാടുന്നത്. കാരണം കൂടെ ഉണ്ടെന്ന്, യുഗാന്ത്യം വരെ കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പ് പറഞ്ഞവൻ്റെ വെളിച്ചം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഇരുളിൽ പ്രകാശിക്കുന്ന വചനത്തിലാണ് നമ്മൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. ആ വചനത്തെയാണ് നമ്മൾ പ്രണയിക്കുന്നത്. ആ വചനത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ആ വചനമാണ് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ പ്രഘോഷിക്കുന്നത്. ഈ സന്യാസ വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഒരു കവലയിൽ പോയി നിൽക്കുകയാണ്. അതുതന്നെ ഒരു സാക്ഷിയാണ്. ഞാനിപ്പം സിസ്റ്ററായിട്ട് 2 വർഷമാകുന്നു. ആ 2 വർഷത്തെ ജീവിതത്തിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നമ്മുടെ ഒരു ലൈഫ് തന്നെ ഒരു സാക്ഷിയാണ്. ഈ ഉടുപ്പ് ഒരു മനുഷ്യൻ കാണുമ്പം ആ മനുഷ്യർക്ക് നമ്മളിൽ ഒരു ഡിവൈൻ ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്. അവരുടെ സ്വന്തം അമ്മ അല്ലെ സ്വന്തം സഹോദരി, സ്വന്തം പെങ്ങൾ എന്ന് പറഞ്ഞ അത്ര ഒരു ഫ്രീഡത്തോടെയാണ് അവർ നമ്മളോട് വന്ന് സംസാരിക്കുന്നത്, നമ്മളോട് വന്ന് പ്രാർത്ഥനകൾ പറയുന്നത്. ജീവിതത്തിൽ നമുക്ക് വേണ്ടി തന്നെ ജീവിക്കാതെ ലോകം മുഴുവന് വേണ്ടി ജീവിക്കാനുള്ള ഒരു അവസരമാണിത്. കാരണം കർത്താവ് ഒരാൾക്ക് വേണ്ടി മാത്രമുള്ളതല്ലല്ലോ, ലോകം മുഴുവന് വേണ്ടിയുള്ളതല്ലേ. അപ്പോൾ കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ ഈ ലോകത്തിന് മുഴുവൻ ഒരു ഉത്തരവാദിത്തമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്താ പറയുക, സ്വർഗത്തിൻ്റെ അംബാസഡറായി ജീവിക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ ലൈഫിനെ കുറിച്ച്. അത്രയ്ക്ക് വർത്തിയായിട്ടുള്ളൊരു ജീവിതമാണിത്. സോ എന്താ പറയുക, ധൈര്യമായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക, ബാക്കി കർത്താവ് ഏറ്റെടുത്തോളും. ഈശോയുടെ അത്രയും സൂപ്പറായിട്ടുള്ളൊരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ചിട്ടില്ല. കർത്താവിനെ നമുക്ക് നമ്മുടെ ലൈഫുമായിട്ട് ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഈശോയുടെ ശിഷ്യന്മാരെ പലപ്പോഴും മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോഴെല്ലാം ഈശോ അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. പാപിനിയായ സ്ത്രീയെ ഒരു നോട്ടം കൊണ്ട് പോലും വേദനിപ്പിക്കാത്ത ഈശോ, ഒറ്റിക്കൊടുക്കുന്നു തള്ളിപ്പറയുന്നു ഒക്കെ ഉറപ്പുള്ളവരെ തൻ്റെ അന്ത്യത്താഴ സമയം വരെ ചേർത്ത് നിർത്തിയ ഈശോ, വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് ഈശോ ആദ്യമേ ആ വിധവയുടെ അടുത്ത് എന്ന് പറയുന്നുണ്ട് കരയണ്ടെന്ന്. ഇതുപോലെ കെയറിങ് ആയിട്ടുള്ള, വളരെ സെൻസിറ്റീവായിട്ടുള്ള, ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. അപ്പം ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത് അത്രയും നല്ല കാര്യമാണ്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഈശോയെ പകർന്നു കൊടുക്കുക. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്ന്. എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ഇത്രയും നല്ല ഒരു ദൈവവുമായിട്ട് ബന്ധത്തിലാവാൻ വേണ്ടിയാണ്. ബന്ധത്തിലായാൽ മാത്രമേ ഉള്ളൂ കർത്താവിനെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. മാതാപിതാക്കൾ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണല്ലേ. എന്നാൽ കർത്താവിനെ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മുടെ എല്ലാവരുടെയും അപ്പനായ കർത്താവ് ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ പലപ്പോഴും എൻ്റെ വലിയ അധ്വാനമൊന്നും കൂടാതെ ശരിക്കും കർത്താവാണ് എനിക്ക് വേണ്ടി അധ്വാനിച്ചത് എന്ന് ജീവിതത്തിൽ നമുക്ക് മനസ്സിലാകും. സങ്കീർത്തന വചനം അങ്ങനെ പറയുന്നുണ്ടല്ലോ, നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന്. അതുകൊണ്ട് കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുക, ജീവിതത്തിൽ ഈശോയ്ക്ക് കൂടുതൽ സ്പേസ് കൊടുക്കുക. ഈശോയ്ക്ക് കൂടുതൽ സ്പേസ് കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെട്ടതായി തീരും. ജീവിതത്തിൽ വിലയില്ലാത്തതായിട്ട് ഒന്നും നമുക്ക് തോന്നുകയില്ല. എല്ലാത്തിനും വിലയും അർത്ഥവും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സന്യാസത്തിൻ്റെ മഹാത്മ്യവും അതുതന്നെയാണ്. ഇവിടെ നിസ്സാര കാര്യങ്ങൾക്കും വലിയ വിലയാണുള്ളത്. കാരണം ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തി, ആ വ്യക്തി ചെയ്യുന്ന ഏറ്റവും നിസ്സാരമായ കാര്യമാണെങ്കിൽ പോലും അതിന് ദൈവത്തിരുമുമ്പിൽ വലിയ വിലയാണ് ഉണ്ടാവുന്നത്.